പി യൂണിയന്റെ ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിന്റെ ജഗത്വാണി ഗുരുവാര പാഠശാലയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഗുരുധ്യാനത്തോടുകൂടി ഇന്നത്തെ ക്ലാസ്സുകൾ ആരംഭിക്കാം. ഗുരുധ്യാനം ആലപിക്കുന്നത് ശ്രീ പ്രഭകുമാർ നീണ്ടൂർ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർ ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ബഹുമാന്യരെ, ശ്രീനാരായണ ഗുരുദേവന്റെ വിനായക അഷ്ടകം എന്ന സംസ്കൃത സ്തോത്രകൃതിയാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കൃതി നമ്മെ പഠിപ്പിക്കുന്നത് അധ്യാപികയും പ്രഭാഷകയുമായിട്ടുള്ള ശ്രീമതി സുധാ ഷിബു അവറുകളാണ്. 2 ക്ലാസ്സുകളിലായി 5 ശ്ലോകങ്ങളാണ് ഇതിനോടകം അധ്യാപിക നമ്മോട് വിവരിച്ചു തന്നിട്ടുള്ളത്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശിവഭഗവാന്റെ അല്ലെങ്കിൽ ശിവസ്വരൂപത്തിൻ്റെ ഒട്ടേറെ പ്രത്യേകതകൾ സ്വാമി തൃപാദങ്ങൾ വിനായകനിലും ദർശിക്കുന്നുണ്ട്. ശിരസിൽ ചന്ദ്രക്കല ചൂടിയവനെ, കഴുത്തിൽ മുല്ലമാല എന്ന വണ്ണം സർപ്പങ്ങളെ അണിഞ്ഞിരിക്കുന്നവനെ, കഴുത്തിൽ കാർമേഘത്തിൻ്റെ നിറത്തോടു കൂടിയവനെ എന്നൊക്കെ ഭഗവാൻ വിനായകനിലും ദർശിക്കുകയാണ്. അതേപോലെ വിനായകന്റെ മറ്റ് പ്രത്യേകതകളായ കവിളിലൂടെ മദജലം ഒഴുക്കുന്നവനെ, ദേവന്മാരുടെ ശത്രുക്കളായ അസുരന്മാർക്ക് കാലനായിട്ടുള്ളവനെ, ദേവന്മാരും സനന്താദികളുമൊക്കെ നമിക്കുന്നവനെ, അഭീഷ്ടദായകനെ എന്നുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും ശ്ലോകങ്ങളിൽ ആവർത്തിക്കുന്നതായി നമുക്ക് കാണാം. ഇത്തരം ആവർത്തനങ്ങൾ കൂടുതൽ ഏകാഗ്രത കൈവരിക്കാൻ സഹായിക്കുമെന്നാണ് കൃതിയുടെ വ്യാഖ്യാതാക്കളൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഇനി നമുക്ക് തുടർന്നുള്ള പാഠഭാഗങ്ങളിലേക്ക് കടക്കാം. അതിനായി ബഹുമാനപ്പെട്ട അധ്യാപിക സുധാ ഷിബു മാഡത്തിനെ ആദരപൂർവം ക്ഷണിക്കുന്നു. നമസ്തേ. തിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീനാരായണ പരമ ഗുരുവേ നമഃ. കോട്ടയം ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിന്റെ ഏറെ ആദരണീയനായ ഡയറക്ടർ AB പ്രസാദ് കുമാർ സാർ, ബഹുമാന്യരായ അഡ്മിൻസ്, അതുപോലെ തന്നെ ഈ ഗുരുവാര പാഠശാലയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന സുധീഷ് സാർ, പ്രദീപ് ലാൽ സാർ, സ്മിത പ്രശാന്ത്, എന്നെ ഇന്നിവിടെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്തേ. നമ്മള് ഗുരുദേവ കൃതിയായ വിനായകനെ സ്തുതിച്ചുകൊണ്ട് ഒറ്റ കൃതിയെ എഴുതിയിട്ടുള്ളൂ. ആ വിനായകാഷ്ടകമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 5 ശ്ലോകങ്ങൾ ഇതുവരെ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ 3 ശ്ലോകത്തിന്റെ അർത്ഥമാണ് എഴുതിയത്. ബാക്കി 2 ശ്ലോകത്തിന്റെ അർത്ഥം എഴുതിയിട്ട് ബാക്കിയുള്ള ശ്ലോകങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അപ്പൊ എല്ലാവരും എഴുതിക്കോ 4ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം. ഇന്ന് കുറച്ച് സ്പീഡിൽ പോകണം, എങ്കിലേ നമുക്ക് ഇന്നത് തീർക്കാൻ പറ്റുള്ളൂ. അപ്പൊ എഴുതാൻ റെഡിയല്ലേ? പറയുവാണ് ഞാന്. ഉരസ്താരഹാരം ശരചന്ദ്രഹീരം സുരശ്രീ വിചാരം ഹൃദാർത്താരിഭാരം കടേദാനപൂരം ജഡാഭോഗിപൂരം കലാബിന്ദു താരം ഹജേ ശൈവ വീരം എന്നുള്ളതിന്റെ അർത്ഥം പറയണം. ഒരാളൊന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്. പറയുക. ഉരസിൽ താരങ്ങളെ കൊണ്ടുള്ള, പെട്ടെന്ന് എഴുതിക്കോ, ഉരസിൽ താരങ്ങളെ കൊണ്ടുള്ള മുത്തുമാലയോട് കൂടിയവനെ, ഉരസിൽ താരങ്ങളെ കൊണ്ടുള്ള മുത്തുമാലയോട് കൂടിയവനെ, ശരചന്ദ്രനാകുന്ന
വജ്രമണിയോട് കൂടിയവനെ, ശരചന്ദ്രനാകുന്ന വജ്രമണിയോട് കൂടിയവനെ, സുരന്മാരുടെ ഐശ്വര്യത്തെ പറ്റിയുള്ള വിചാരത്തോടു കൂടിയവനെ, സുരന്മാരുടെ ഐശ്വര്യത്തെ കുറിച്ച് വിചാരമുള്ളവനെ എന്ന് വേണമെങ്കിൽ എഴുതാം. സുരന്മാരുടെ ഐശ്വര്യത്തെ കുറിച്ച് വിചാരമുള്ളവനെ, ആർത്തന്മാരുടെ ശത്രുക്കളാകുന്ന ദുഃഖഭാരത്തെ ഇല്ലാതാക്കി സംരക്ഷിക്കുന്നവനെ, കവിൾത്തടത്തിൽ മദജല പ്രവാഹത്തോടു കൂടിയവനെ, ജടയിൽ പാമ്പുകളുടെ കൂട്ടത്തോടു കൂടിയവനെ, കലാബിന്ദു എന്നിവയെ അതിവർത്തിച്ച് നിൽക്കുന്നവനെ, ശിവവീര്യത്തിന്റെ സാരമായിരിക്കുന്നവനെ, കലാബിന്ദു എന്ന് പറയുന്നൂടെ പറയോ? കലാബിന്ദു, ബിന്ദു, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വിശദീകരിച്ചായിരുന്നു അവ എന്താണെന്ന്. കലാബിന്ദു എന്നിവയെ അതിവർത്തിച്ച് നിൽക്കുന്നവനെ, ശിവവീര്യത്തിന്റെ സാരമായിരിക്കുന്നവനെ, ഞാൻ ഭജിക്കുന്നു. അടുത്ത 5-ാമത്തെ ശ്ലോകത്തിന്റെ കൂടെ പറയുവാണേ. കരാരൂഢമോക്ഷം വിപത് പങ്കദക്ഷം ചലത്സാര സാക്ഷം പരാശക്തി പക്ഷം ശ്രിതാമർത്യവൃക്ഷം സുരാരിദ്രുതക്ഷം പരാനന്ദ പക്ഷം ഭജേ ശ്രീ ശിവാക്ഷം എന്നുള്ളതിന്റെയാണ്. അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. കയ്യിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന മോക്ഷത്തോടു കൂടിയവനെ, ഭക്തന്മാരുടെ വിപത്തുകളെ പഞ്ചിക്കുന്നതിൽ അല്ലെ ഭംഗമുണ്ടാക്കുന്നതിൽ, പഞ്ചിക്കുന്നതിൽ അല്ലെങ്കിൽ ഭംഗമുണ്ടാക്കുന്നതിൽ സാമർഥ്യമുള്ളവനെ, ഇളകിക്കൊണ്ടിരിക്കുന്ന താമരപ്പൂവിതൾ പോലെയുള്ള കണ്ണുകളോട് കൂടിയവനെ, പരാശക്തിയുടെ ഒരു വശത്ത് സദാ ഉള്ളവനെ, പരാശക്തി പക്ഷം. ആശ്രിതന്മാർക്ക് ദേവവൃക്ഷമായിട്ടുള്ളവനെ, പരാശക്തിയുടെ ഒരു വശത്ത് സദാ ഉള്ളവനെ, ആശ്രിതന്മാർക്ക് ദേവവൃക്ഷമായിട്ടുള്ളവനെ. വശത്തെന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടെ പറയാവോ? പരാശക്തിയുടെ ഒരു വശത്ത് സദാ ഉള്ളവനെ, എല്ലായ്പ്പോഴും ഉള്ളവനെ. പരാശക്തിയുടെ, ശ്രീപാർവതിയാണ് പരാശക്തിയുടെ ഒരു വശത്ത് സദാ ഉള്ളവനെ, ആശ്രിതന്മാർക്ക് ദേവവൃക്ഷമായിട്ടുള്ളവനെ,
അസുരന്മാരാകുന്ന വൃക്ഷങ്ങൾക്ക് മരപ്പണിക്കാരനായവനെ, അസുരന്മാരാകുന്ന വൃക്ഷങ്ങൾക്ക് മരപ്പണിക്കാരനായിരിക്കുന്നവനെ, പരമമായ ആനന്ദം തുണയായിട്ടുള്ളവനെ, പരമമായ ആനന്ദം തുണയായിട്ടുള്ളവനെ, ശ്രീയോടുകൂടിയ ശിവൻ കണ്ണുകളിൽ സദാ ഉള്ളവനെ, ശ്രീയോടുകൂടിയ ശിവൻ, ബ്രാക്കറ്റിൽ ഐശ്വര്യവും മംഗളവും എന്ന് വേണമെങ്കിലും എഴുതാം. രണ്ട് രീതിയിൽ അർത്ഥം പറയാം. ശ്രീയോടുകൂടിയ ശിവൻ, ബ്രാക്കറ്റിൽ ഐശ്വര്യവും മംഗളവും, കണ്ണുകളിൽ സദാ ഉള്ളവനെ ഞാൻ ഭജിക്കുന്നു. അടുത്ത ശ്ലോകത്തിലോട്ട് കടക്കുവാണേ. അപ്പൊ നമുക്കറിയാം, സാക്ഷാത് പരബ്രഹ്മ സ്വരൂപമായ വിനായകനെ ഇതില് വിനായക അഷ്ടകം എന്ന ഈ സ്തോത്രകൃതിയില് ഗുരുദേവൻ വർണ്ണിക്കുകയാണ്. പല വിശേഷണങ്ങളിലൂടെ, ആവർത്തിച്ച് വരുന്ന വിശേഷണങ്ങളിലൂടെയാണ് വർണ്ണിക്കുക. ഒരേ വിശേഷണം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതായിട്ട് നമുക്ക് തോന്നാം. അപ്പൊ ഇവിടെ സ്വാഗത പ്രസംഗകൻ പറഞ്ഞു ഏകാഗ്രത ഉണ്ടാക്കാനായിട്ട്, അതുപോലെ തന്നെ ഒന്നുകൂടി നമ്മുടെ മനസ്സിൽ അത് ഉറയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ അതിന്റെ സ്തോത്രകൃതികളുടെ ഒരു പ്രത്യേകതയൊക്കെയാണ് ഇങ്ങനെ ആവർത്തനം എന്ന് പറയുന്നത്. അപ്പൊ വീണ്ടും ഇനിയും വരുന്നുണ്ട്, നമ്മളുടെ ഈ പറഞ്ഞ വിശേഷണങ്ങളൊക്കെ ആവർത്തിച്ചു വരുന്നുണ്ട്. അപ്പൊ അടുത്തതിലേക്ക് പോവുകയാണെ. സദാശം സുരേശം സദാ പാതുമീശം നിദാനോദ്ഭവം ശാങ്കര പ്രേമകോശം ധൃതശ്രീനിശേഷം ലസദന്തകോശം ചലച്ചോലപാശം ഭജേ കൃത്തപാശം. അതിലെ ഒന്നാമത്തെ വിശേഷണം ഭജേ എന്നാണ്. അവിടെ ക്രിയാപദം. ഞാൻ ഭജിക്കുന്നു. ആരെ ഭജിക്കുന്നു? എങ്ങനെയുള്ള വിനായകനെ ഭജിക്കുന്നു എന്നാണ് ഇനി പറയുന്നത്. ഇങ്ങനെയൊക്കെയുള്ള വിനായകനെ ഞാൻ ഭജിക്കുന്നു. ആദ്യത്തെ വിശേഷണമാണ് സദാശം. ശം എന്ന് പറഞ്ഞാൽ ആനന്ദം. സദാ ആനന്ദം, എല്ലായ്പ്പോഴും ആനന്ദ സ്വരൂപനായിരിക്കുന്നവനെ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. എല്ലായ്പ്പോഴും ആനന്ദ സ്വരൂപമായിരിക്കുന്നവനെ, എപ്പോഴും ആനന്ദത്തിൽ അമർന്നിരിക്കുന്നവനെ. ബ്രഹ്മത്തിന്റെ ലക്ഷണമാണത്. ദൈവദശത്തിൽ ഗുരുദേവൻ പറയുന്നുണ്ടല്ലോ, നീ സത്യം ജ്ഞാനം ആനന്ദം, അല്ലെ? നീ സത്യമാണ്, ജ്ഞാനമാണ്, ആനന്ദമാണ്. വേദാന്തത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പരബ്രഹ്മ ലക്ഷണം സച്ചിദാനന്ദമാണെന്ന് പറഞ്ഞു. സത്ത്, ചിത്ത്, ആനന്ദം, അല്ലെ? അതിലെ ഒരു ഘടകമാണ് ആനന്ദം എന്ന് പറയുന്നത്. ആനന്ദം എന്ന് പറയുന്ന അറിവിന്റെ പൂർണ്ണതയിൽ അമർന്നിരിക്കുന്നവരുടെ അനുഭവ നിലയാണ്, അല്ലെങ്കിൽ അനുഭൂതിയാണ്. അവർക്ക് എല്ലാ വിധത്തിലുള്ള ദുഃഖങ്ങളിൽ നിന്നൊക്കെയുള്ള മോചനമാണ് ആനന്ദം എന്ന് പറഞ്ഞത്. ഇപ്പൊ നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് ഈ പ്രപഞ്ചത്തിൽ നിന്നാണ് ദുഃഖം ഉണ്ടാകുന്നത് എന്ന് പറയാം, നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ നിന്നൊക്കെ. ഇങ്ങനെയുള്ളവർക്കെന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന് ആയവരായതുകൊണ്ട് തന്നെ അവർക്ക് ഇന്ദ്രിയപരമായിട്ടുള്ള സുഖങ്ങളോ ദുഃഖങ്ങളോ ഒന്നും അവർക്കില്ല. എപ്പോഴും അവരെങ്ങനെയായിരിക്കും? സത്യാനന്ദത്തിന്റെ ആനന്ദ നിലയിലായിരിക്കും. അപ്പം ഇവിടെ പറയുകയാണ്, വിനായകൻ കാരണസ്വരൂപമായ സത്യമായി പരംപൊരുളായി വർത്തിക്കുന്ന വിനായകൻ എപ്പോഴും ആനന്ദ സ്വരൂപനാണ്. അതാണ് സദാശം. അടുത്ത സുരേശം. സുരേശം എന്ന് പറഞ്ഞാല്, സുരൻ എന്ന് പറഞ്ഞാൽ ദേവനാണെന്ന് നമ്മൾ പറഞ്ഞു. ദേവന്മാരുടെ ഈശൻ, ദേവന്മാരുടെ ഈശ്വരൻ, ദേവന്മാരുടെ ഐശ്വര്യത്തിന് വേണ്ടി എപ്പോഴും വിചാരമുള്ളവൻ. നേരത്തെ നമ്മൾ പറഞ്ഞു സുരശ്രീ വിചാരം. അതുപോലെ സുരാരിദ്രുതക്ഷവും പറഞ്ഞു വരുന്നു. സുരന്മാരുടെ അരികൾ, അസുരന്മാരാകുന്ന മരത്തിനും തച്ചനായവനെ അന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഈശൻ എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവൻ എന്നാണ് അർത്ഥം. അപ്പൊ നമുക്കറിയാം, ഈ സുരന്മാർ, ദേവന്മാർ സത്യചാരികളാണ്, അതുപോലെ തന്നെ സത്വഗുണമുള്ളവരാണ്, ധർമ്മചാരികളാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഈശ്വരനോട് അടുത്ത് വർത്തിക്കുന്നവരാണ്, സ്വയം പ്രകാശമായി വർത്തിക്കുന്നവരാണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ളവര് ജ്ഞാനികളായ അവർക്ക് അറിവിന്റെ പ്രകാശമായിട്ട്, അറിവിന്റെ ഈശ്വരനായിട്ട് അവർക്ക് അറിവിനെ പ്രദാനം ചെയ്ത് അവരെ സൃഷ്ടിച്ച് രക്ഷിച്ച് ഭരിക്കുന്നവനാണ് വിനായകൻ എന്നാണ് അതിന്റെ അർത്ഥം. സുരേശം, സുരന്മാരുടെ ഈശ്വരൻ.
അതുപോലെ അടുത്തത് സദാ പാതുമീശൻ. ഇതൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു വരികയാണ്. പാതും എന്ന് പറഞ്ഞാൽ രക്ഷിക്കുന്നത്, എല്ലായ്പ്പോഴും രക്ഷിക്കുന്ന, പ്രപഞ്ചത്തിലെ ഈ ലോകമാകുന്ന അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളെയും സൃഷ്ടിച്ചുകൊണ്ടും ഭരിച്ചുകൊണ്ടും, മുമ്പേ പറഞ്ഞു ഈശൻ എന്ന് പറഞ്ഞാൽ ഭരിക്കുക എന്നാണ് പറഞ്ഞു, ഭരിച്ചുകൊണ്ടും രക്ഷിച്ചുകൊണ്ടും നിലകൊള്ളുന്നവൻ എന്നാണ് അർത്ഥം. സദാ പാതും ഈശൻ, ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളുടെയും അധിനായകനാണ്. അവരെ സൃഷ്ടിക്കുന്നത്, രക്ഷിക്കുന്നത്, ഭരിക്കുന്നത് വിനായകനാണ് എന്നാണ് സദാ പാതും ഈശൻ എന്ന് പറഞ്ഞാൽ അർത്ഥം. നിദാനോദ്ഭവം, നിദാനം എന്ന് പറഞ്ഞാൽ കാരണം, ആദി കാരണം എന്നൊക്കെ പറയും. ഉദ്ഭവം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തുടക്കം എന്നാണ്. അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ തുടക്കത്തിന് തന്നെ കാരണമായവനെ, പ്രപഞ്ച കാരണമായിരിക്കുന്നവനെ, സർവ ജഗത്തിന്റെയും ഉദ്ഭവത്തിന് കാരണമായവനെ, സൃഷ്ടിക്കും സ്ഥിതിക്കും ലയത്തിനുമൊക്കെ അധിഷ്ഠാനഭൂതനായവനെ എന്നാണ് നിദാനോദ്ഭവം എന്ന് പറഞ്ഞാൽ അർത്ഥം. ശാങ്കര പ്രേമകോശം എന്ന് പറഞ്ഞാൽ, ശങ്കരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവൻ, ശങ്കരി എന്ന് പറഞ്ഞാൽ ശ്രീ പാർവതി, ശാങ്കരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ രണ്ടുപേരെയും സംബന്ധിച്ച്, ശിവനെയും പാർവതിയെയും സംബന്ധിച്ചത്. അപ്പം ശിവനെയും പാർവതിയെയും സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ അവരുടെ പുത്രനായിട്ടുള്ളവനെ, പ്രേമകോശമായിട്ടുള്ള, അവരുടെ പ്രേമത്തിൽ നിന്ന്, പ്രണയത്തിൽ നിന്ന് ഉണ്ടായ പുത്രനെ, പാർവതി പരമേശ്വരന്മാരുടെ പുത്രനായിട്ട്, ഓമനപുത്രനായിട്ടുള്ളവനെ എന്നാണ് ശാങ്കര പ്രേമകോശം. അവരുടെ പ്രേമത്തിന്റെ സൃഷ്ടിയായിട്ടുള്ള ഓമനപുത്രനെ. അടുത്തത് ധൃതശ്രീ നിശേഷം. ധൃത എന്ന് പറഞ്ഞാൽ ധരിക്കപ്പെട്ടത്. നിശേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിശയുടെ ഈശൻ, നിശയുടെ ഈശൻ എന്ന് പറയുന്നത്, രാത്രിയുടെ ഈശ്വരൻ എന്ന് പറയുന്നത് ചന്ദ്രനാണ്, രാത്രിയുടെ ഈശൻ എന്ന് പറയുന്നത്. അപ്പൊ ചന്ദ്രനെ വീണ്ടും അവിടെ വരുവാണ്, ചന്ദ്രനെ അണിഞ്ഞവനെ എന്നുള്ള ഒരു വാക്ക്. ചന്ദ്രകലാധരൻ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു. ശിവന്റെ ലക്ഷണം വിനായകന് വരുന്നുണ്ട് പല സന്ദർഭങ്ങളിലും. ഇവിടെയും അത് തന്നെ പറയുവാണ്. ശ്രീ ഐശ്വര്യപൂർണമായ ചന്ദ്രനെ അണിഞ്ഞവനെ, ശിവന്റെ വിശേഷണം തന്നെയാണ്. ശിവൻ തന്നെയാണ് വിനായകൻ, വിനായകൻ തന്നെയാണ് ശിവൻ എന്ന് വീണ്ടും പറയുകയാണ്. ലസദന്തകോശം. ലസദന്തകോശം എന്ന് പറഞ്ഞാൽ ലസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞായിരുന്നു തിളങ്ങുക, പ്രകാശിക്കുക എന്നൊക്കെയാണ്. ഇവിടെ പറയുകയാണ് തിളങ്ങുന്ന അല്ലെങ്കിൽ പ്രകാശിക്കുന്ന ദന്തകോശത്തോടു കൂടി. ദന്തം നമുക്കറിയാം പല്ലെന്നാണ് അർത്ഥമെങ്കിലും ആനയുടെ ഇവിടെ കൊമ്പാണ്. അപ്പൊ കോശം എന്ന് പറഞ്ഞാൽ പൂമുട്ട് എന്നാണ് അർത്ഥമാണ്, പൂമുട്ട് പോലുള്ള. അപ്പൊ പൂമുട്ട് പോലുള്ള ഭംഗിയാർന്ന തിളക്കമുള്ള പ്രകാശിക്കുന്ന കൊമ്പുകളോട് കൂടിയവനെ. നമുക്കറിയാം ആനയുടെ കൊമ്പെന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന്റെ ശക്തി, അതിന്റെ കരുത്ത് എല്ലാം അതിന് നൽകുന്നത് ആ കൊമ്പിലാണ്. അതുപോലെ തന്നെ കൊമ്പിന് സൗന്ദര്യവുമുണ്ട് അല്ലെ. ആനയ്ക്ക് കൂടുതൽ ഭംഗി വരാനായിട്ട് ഈ കൊമ്പ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൊമ്പിന് നല്ല വിലയുണ്ടെന്നൊക്കെ നമുക്കറിയാം ആനക്കൊമ്പിന്. അപ്പൊ അങ്ങനെ ആ കൊമ്പ് കൊണ്ടാണ് അത് വലിയ തടിയൊക്കെ പൊക്കി മാറ്റുന്നത്, അതുപോലെ മരത്തെയൊക്കെ പിഴുതു മാറ്റുന്നത്, ശത്രുക്കളെയൊക്കെ ഇല്ലാതാക്കുന്നതൊക്കെ ആ കൊമ്പ് കൊണ്ടാണ്. അപ്പൊ അങ്ങനെ വിനായകനെ ഇവിടെ ഭക്തരക്ഷ ചെയ്യുന്നതിനും ദുഷ്ടനിഗ്രഹം ചെയ്യുന്നതിനും പ്രകാശിക്കുന്ന നല്ല പൂമുട്ട് പോലുള്ള കൊമ്പുകളുണ്ട്. അങ്ങനെയുള്ള കൊമ്പുകളോട് കൂടിയവനെ എന്നാണ് ഇവിടെ അർത്ഥം. തിളങ്ങുന്ന അല്ലെങ്കിൽ പ്രകാശിക്കുന്ന മനോഹരമായ പൂമുട്ട് പോലെയുള്ള ദന്തങ്ങളോട് കൂടിയവനെ. ചലച്ചൂലപാശം എന്ന് പറഞ്ഞാൽ ചലിക്കുന്ന ശൂലത്തോടും പാശത്തോടും കൂടിയവനെ. വിനായകന്റെ കയ്യിൽ ശൂലവും പാശവും ഉണ്ട്. ശൂലം, ത്രിശൂലം നമുക്കറിയാം ശിവന്റെ കയ്യിലാണ് ത്രിശൂലമുള്ളത്. ശിവന്റെ ഒരു ലക്ഷണമാണ് അവിടെ വീണ്ടും പറയുന്നത്. അപ്പം ശൂലം ആരുടെ കയ്യിലുണ്ട്? വിനായകന്റെ കയ്യിലുണ്ട്. അത് ചലിക്കുന്നതാണ്, എപ്പോഴും ഇളകുന്നതാണ്. അതുപോലെ തന്നെ പാശം, പാശം നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ട്. ഗുരുസ്തവത്തില് കുമാരനാശാൻ പാശത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഏതാണ്? മോഹാകുലരാം ഞങ്ങളെ സ്നേഹാത്മകമാം പാശം അതിൽ കെട്ടിയിഴപ്പു എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ഗുരുദേവനെ കുറിച്ച് വർണ്ണിക്കുന്ന ഗുരുസ്തവത്തിലാണ്. ഗുരുദേവൻ നമ്മളെ ആഴമേറും നിൻ മഹസ്സിലേക്ക് അല്ലെ, പ്രപഞ്ച കാരണമായ സത്യത്തിലേക്ക് നമ്മളെ സ്നേഹാത്മകമാം പാശം കൊണ്ട് കെട്ടി വലിക്കുന്നു എന്നാണ് നമ്മുടെ ആശാൻ പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ വിനായകനും ഭക്തരുടെ അലഞ്ഞു നടക്കുന്ന മനസ്സിനെ, നമുക്ക് ദുഃഖങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നമുക്ക് എന്താണ്? ഈ വിഷയ സുഖങ്ങളിൽ ഇന്ദ്രിയങ്ങളുടെയൊക്കെ പിറകെ പോകുമ്പോഴാണ്. അപ്പൊ അങ്ങനെയൊക്കെ പോകുന്ന ആ മനസ്സിനെ
എന്ത് ചെയ്യുന്നു? ഈ പാശം കൊണ്ട് കെട്ടിവലിച്ച് ആത്മബോധത്തിലേക്ക് കെട്ടിവലിക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ ആ പരമമായ സത്യത്തിലേക്ക് നയിക്കുന്നതിന് ഭക്തർക്ക് എന്തെല്ലാം വിഘ്നങ്ങളുണ്ടോ ആ വിഘ്നങ്ങളെയൊക്കെ ഒരു പാശം ഉപയോഗിച്ച് കെട്ടി വലിച്ചു മാറ്റുന്നു വിനായകൻ. അതാണ് ഇവിടെ പറയുന്നുണ്ട്, ഇളകുന്നുണ്ട് ആ ശൂലവും പാശവും എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വിനായകൻ എപ്പോഴും കർമ്മോന്മുഖനാണ്. സദാ എപ്പോഴും ഭക്തരുടെ രക്ഷയ്ക്ക് വേണ്ടി ത്രിശൂലം കയ്യിൽ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ പാശം എല്ലാ വിഘ്നങ്ങളെയും മാറ്റിക്കളയാനായിട്ട്, അല്ലെങ്കിൽ ആ പരമമായ സത്യത്തിലേക്ക് നയിക്കുന്നതിന് തടസ്സമാകുന്ന ആ മനസ്സിന്റെ ചാഞ്ചല്യങ്ങളെയൊക്കെ ഇല്ലാതാക്കുന്നതിന് പാശത്താൽ കെട്ടിവലിക്കുന്നു എന്നാണ് പറയുന്നത്. അടുത്തത് ഭജേ കൃത്തപാശം. അപ്പൊ കൃത്തപാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മുറിക്കപ്പെട്ട എന്നാണ്. കൃത്ത എന്ന് പറഞ്ഞാൽ, കൃത്തം എന്നൊക്കെ പറഞ്ഞാൽ മുറിക്കപ്പെട്ടത്, ഛേദിക്കപ്പെട്ട പാശത്തോടു കൂടിയവനെ. ഇവിടെ വീണ്ടും പാശം വരുന്നുണ്ട്. ഛേദിക്കപ്പെട്ട പാശത്തോടു കൂടിയ പാശത്തെ കുറിച്ച് പറയുന്നുണ്ട്. പശുപതി പാശമൊഴിച്ച് പാഹിമാമോർ അശുഭം എനിക്കണയാതെ തക്കവണ്ണം എന്ന് ശിവനോട് പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മളവിടെ ശിവശതകത്തില്. അല്ലയോ പശുപതിയായിട്ടുള്ള ശിവഭഗവാനെ, പാശമൊഴിച്ച് എനിക്ക് അശുഭം ഉണ്ടാകാതെ കാക്കണേ എന്നാണ് അവിടെ പറയുന്നത്. അവിടെ പറയുന്ന പാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശുപതിയായ ശിവനോട്, പശുപതി എന്ന് പറഞ്ഞാൽ പശു എന്ന് പശുക്കളുടെ പതി. പശു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ സാധാരണ നമ്മൾ പറയുന്ന പശു അല്ല, ഹിന്ദിയിലും സംസ്കൃതത്തിലും ഒക്കെ ഉള്ള പശു എന്ന് പറഞ്ഞ ജീവജാലം, മൃഗങ്ങൾക്ക് പൊതുവായിട്ടാണ് അവിടെ പശു എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇവിടെ മുഴുവൻ ജീവജാലങ്ങൾക്കും പതിയായവനാണ് പശുപതി അല്ലെങ്കിൽ ശിവഭഗവാൻ. ആ ശിവഭഗവാനോട് പറയണ, ശിവഭഗവാനോട് ചേരുക അല്ലെങ്കിൽ പശുപതിയോട് ചേരുക എന്നുള്ള ആ പരമ ലക്ഷ്യത്തിൽ നിന്നും അകറ്റുന്നതെന്ന് പറയുന്നത് ഈ ലോക ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കുറെ പാശങ്ങളാണ്. നമ്മുടെ ബന്ധങ്ങളും നമ്മുടെ കർമ്മങ്ങളും അല്ലെങ്കിൽ നമ്മുടെ എന്താണ് മക്കൾ, ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ ബന്ധങ്ങളുണ്ട്. അപ്പൊ ആ ബന്ധപാശത്തെയൊക്കെ അകറ്റണേ എന്നാണ് ആ പശുപതി പാശം ഒഴിച്ചു എന്ന് ശിവനോട് പ്രാർത്ഥിക്കുന്നത്. അത് ഇവിടെയും അത് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ സത്യത്തിലേക്ക് അല്ലെങ്കിൽ പരമമായ ആ ലക്ഷ്യത്തിലേക്ക്, പശുപതിയിലേക്കൊക്കെ ചെന്ന് ചേരുന്നതിന് തടസ്സമായ എല്ലാ വിഘ്നങ്ങളെയും എല്ലാ ബന്ധപാശങ്ങളെയും മുറിച്ചു മാറ്റുന്നവനാണ് ഇവിടെ വിനായകൻ എന്നാണ് പറയുന്നത്. ജനനത്തിനും മരണത്തിനും ഒക്കെ കാരണമായ ആ ദുഃഖ കാരണമായ ആ അവിദ്യയെ അല്ലെങ്കിൽ അജ്ഞാനത്തെ സ്വന്തം അനുഗ്രഹം കൊണ്ട് ഛേദിച്ചു കളയുന്നവനാണ് വിനായകൻ. അങ്ങനെ ഛേദിക്കപ്പെട്ട പാശത്തോട് കൂടിയവനാണ് വിനായകൻ എന്നാണ് ഇവിടെ പറയുന്നത്. കൃത്തപാശം. അങ്ങനെയുള്ള വിനായകനെ ഞാൻ ഭജിക്കുന്നു, ഇങ്ങനെയെല്ലാമുള്ള വിനായകനെ ഞാൻ ഭജിക്കുന്നു എന്നാണ് പറയുന്നത്. അതിന്റെ അർത്ഥം പെട്ടെന്ന് എഴുതിക്കും. എപ്പോഴും ആനന്ദ സ്വരൂപനായിരിക്കുന്നവനെ, എപ്പോഴും ആനന്ദ സ്വരൂപനായിരിക്കുന്നവനെ, ദേവന്മാർക്ക് ഈശനായിട്ടുള്ളവനെ, ദേവന്മാർക്ക് ഈശനായിട്ടുള്ളവനെ, എപ്പോഴും രക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനെ, എപ്പോഴും രക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനെ, പ്രപഞ്ചത്തിന് ആദി കാരണമായിരിക്കുന്നവനെ, പ്രപഞ്ചത്തിന് ആദി കാരണമായിരിക്കുന്നവനെ, ശങ്കരനെയും ശങ്കരിയെയും സംബന്ധിക്കുന്ന, ശങ്കരനെയും ശങ്കരിയെയും സംബന്ധിക്കുന്ന പ്രേമത്തിന് കോശമായിട്ടുള്ളവനെ, ശങ്കരനെയും ശങ്കരിയെയും സംബന്ധിക്കുന്ന പ്രേമത്തിന് കോശമായിട്ടുള്ളവനെ, ഐശ്വര്യയുക്തമായ ചന്ദ്രനെ ധരിച്ചിട്ടുള്ളവനെ, ഐശ്വര്യയുക്തമായ ചന്ദ്രനെ ധരിച്ചിട്ടുള്ളവനെ, ശോഭിക്കുന്ന ദന്തമാകുന്ന പൂമൊട്ടോട് കൂടിയവനെ, ശോഭിക്കുന്ന ദന്തം, വേണേ ബ്രാക്കറ്റിൽ കൊമ്പെന്ന് എഴുതാം, ദന്തമാകുന്ന പൂമൊട്ടോട് കൂടിയവനെ,
ഇളകിക്കൊണ്ടിരിക്കുന്ന ശൂലപാശങ്ങളോട് കൂടിയവനെ, ഇളകിക്കൊണ്ടിരിക്കുന്ന ശൂലം, പാശം എന്നിവയോട് കൂടിയവനെ, ഛേദിക്കപ്പെട്ട ബന്ധപാശത്തോട് കൂടിയവനെ, ഞാൻ ഭജിക്കുന്നു. അടുത്ത ശ്ലോകത്തിലേക്ക് പോവാണേ. തദാനേകസന്തം സദാദാനവന്തം ബുധശ്രീകരന്തം ഗജാസ്യം വിഭാന്തം കരാത്മീയദന്തം ത്രിലോകൈകവൃന്ദം സുമന്തം പരന്തം ഭജേഹം ഭവന്തം. അവിടെയും പറയുന്നു ഭജേ അഹം. ഭജേഹം, അഹം എന്ന് പറഞ്ഞാൽ ഞാൻ ഭജിക്കുന്നു. അവിടെ പ്രശ്ലേഷമൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞു തന്നാണ്. അവിടെ ആ എന്ന് പറയുന്ന അവിടെ കാണുന്നില്ല, അതിന്റെ ആ എങ്ങനെയാന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നായിരുന്നു. അതുകൊണ്ട് അതിനി ആവർത്തിക്കുന്നില്ല. ഭജേഹം, ഞാൻ ഭജിക്കുന്നു. ആരെ ഭജിക്കുന്നു? ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളോട് കൂടിയ വിനായകനെ ഞാൻ ഭജിക്കുന്നു. അതിൽ ആദ്യത്തെ വിശേഷണം തദാനേകസന്തം. തദാനേകസന്തം എന്ന് പറഞ്ഞാൽ, തഥാ എന്ന് പറഞ്ഞാൽ വിസ്താരമാക്കപ്പെട്ട ഏക സത്യമായി പ്രകാശിച്ചു നിൽക്കുന്നവനെ, വിസ്താരമാക്കപ്പെട്ട ഏക സത്യമായിട്ട് പ്രകാശിച്ചു നിൽക്കുന്നവനെ എന്ന് പറഞ്ഞാൽ പല രൂപത്തില്, പല നാമത്തില് ഒക്കെ നമ്മൾ ഈ കാണുന്ന എല്ലാ പ്രാപഞ്ചിക വസ്തുക്കളും വിനായകനിൽ ഉണ്ടായതാണ്. അല്ലെ ഒരേ സത്യത്തിൽ നിന്നുണ്ടായ വിവിധ ഭാവങ്ങൾ മാത്രമാണ്. നമ്മളതെല്ലാം പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഗുരുദേവൻ തന്നെ ജനനി നവരത്ന മഞ്ജരിയിൽ പറയുന്നുണ്ട്, ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി വന്നാശു തന്മതി മറന്ന്. ഒന്നായ മാമതിയിൽ നിന്ന് ദേവിയെ വിശേഷിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ വിനായകനും അത് തന്നെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരേ ഒരു സത്യം തന്നെ, ഈ പ്രപഞ്ച വസ്തുക്കളെല്ലാം ഉണ്ടാകുന്ന ഒരേ ഒരു സത്യം തന്നെ, ഒരേ ഒരു പൊരുള് തന്നെ പലതായിട്ട് വ്യാപിച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത്. അങ്ങനെ വിവിധ രൂപങ്ങളായി പ്രകാശിച്ചു നിൽക്കുന്നവനെ എന്നാണ് തഥാനേക സന്തം എന്ന് പറഞ്ഞാൽ. സദാദാനവന്തം, അത് നമുക്കറിയാം. ദാനശീലത്തെ കുറിച്ച് ഇപ്പൊ പല വരികളിൽ പറഞ്ഞു. വിനായകന്റെ ദാനശീലം, അനുകമ്പ, ആവശ്യപ്പെടാതെ തന്നെ നമുക്കെല്ലാം അറിഞ്ഞ് ഭക്തന്മാർക്ക് നൽകുന്നവനാണ് വിനായകൻ. ശിവപ്രസാദ പിണ്ടനന്ദിക്കത്താണല്ലോ എല്ലാം അറിഞ്ഞു ഭഗവാൻ ഇവൻ ഇന്നെടുത്ത് ചൊല്ലേണമോ ദുരിതം എന്ന് പറയുന്നുണ്ട്. ഒന്നും എടുത്ത് പറയണ്ടല്ല, ഭഗവാൻ അറിയാം എല്ലാം. അതുപോലെ ദൈവദശകത്തിൽ ഗുരുദേവൻ പറയുന്നുണ്ട്, അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ച് ഞങ്ങളെ ധന്യനാക്കുന്ന നീ ഒന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അവിടെയും എന്താണ്, അന്നവും വസ്ത്രവും ഒക്കെ നമുക്ക് കൃത്യമായ സമയങ്ങളിലൊക്കെ തരുന്ന ഭഗവാനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഈശ്വരൻ അല്ലെങ്കിൽ ഭഗവാൻ അല്ലെങ്കിൽ വിനായകൻ ആവശ്യപ്പെടാതെ തന്നെ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങൾക്ക് വേണ്ടതെല്ലാം ഒരുക്കി കൊടുക്കുന്നുണ്ട്. ബൈബിളിൽ പറയുന്നുണ്ടല്ലോ, ആകാശത്തിലെ പറവകളെ നോക്കൂ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ ശേഖരിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവയ്ക്ക് എല്ലാം പൊന്നു തമ്പുരാൻ സമയത്തിന് കൊടുക്കുന്നു. അങ്ങനെ ആ അവർക്ക് പക്ഷി മൃഗാദികൾക്ക് യാതൊരു ആലോചനയോ നാളെയെക്കുറിച്ചുള്ള ആലോചനയോ മാനസിക സമ്മർദ്ദങ്ങളോ പിരിമുറുക്കങ്ങളോ ഒന്നുമില്ല. അവരത് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നീന്തി നടക്കുന്നതിനും ഇഴഞ്ഞു നടക്കുന്നതിനും പറന്നു നടക്കുന്നതിനും എല്ലാം ഒരു വ്യത്യാസവും കൂടാതെ ഭഗവാൻ നൽകുന്നുണ്ട്. പക്ഷെ മനുഷ്യന് മാത്രം നമുക്കറിയാം ഒന്നിലും തൃപ്തിയില്ല. മനുഷ്യൻ എങ്ങനെയാണ്, നാളെക്കുറിച്ചുള്ള വേവലാതിയും സമ്പാദ്യവും സമ്പത്തുണ്ടാക്കലും ഒക്കെയാണ്. അവന് 10 കിട്ടുകിൽ 100 മതിയെന്നും 10 കിട്ടുകിൽ 100 മതിയെന്നും ഒക്കെ ആരാണ്, പൂന്താനം പറഞ്ഞിട്ടുണ്ടല്ലോ. 100 കിട്ടുമ്പോഴത്തേന് ശതമാനിൽ സഹസ്രം മതി എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗുരുദേവൻ വിശാഖ ഷഷ്ടിക്കകത്ത് പറയുന്നുണ്ടല്ലോ, ലക്ഷം ധനിക്ക് ദശലക്ഷത്തിലാശ, ദശലക്ഷം ലഭിച്ചളവിലോ ലക്ഷം ശതം നിയുത ലക്ഷം സഹസ്ര ശതലക്ഷം, അങ്ങനെ ദുരാഗ്രഹം പോകുന്നു എന്ന് പറയുന്നുണ്ട്. അത് മനുഷ്യന് മാത്രമാണ്. പക്ഷെ നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കിയാൽ അറിയാം, നമുക്ക് എന്തെല്ലാം ദാനമാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ. സൂര്യനിൽ നിന്ന് സൂര്യപ്രകാശം, ചന്ദ്രനിൽ നിന്ന് നല്ല നിലാവും വെളിച്ചവും ഒക്കെ, ധാരാളം ഫലവൃക്ഷങ്ങളിൽ നിന്ന് എത്രമാത്രം ഫലങ്ങള്, ഒരു മാവിൽ നിന്നൊക്കെ എത്ര മാങ്ങ, ഒരു പ്ലാവിൽ നിന്നൊക്കെ എത്ര ചക്കയൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ നമുക്ക്
നമുക്കിപ്പോ ഈ ഓക്സിജനോ അല്ലെങ്കിൽ വെള്ളമൊക്കെ വില കൊടുത്ത് വാങ്ങിക്കുവാണെങ്കിൽ എത്രമാത്രം പൈസയൊക്കെ നമുക്ക് ചെലവാക്കേണ്ടി വരും. പക്ഷെ നമുക്ക് അതിനൊന്നും നന്ദിയില്ല. നമ്മൾ കിട്ടാത്തതിനെ കുറിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ദൈവദശകത്തിൽ ഗുരുദേവൻ പറയുന്ന അതാണ്, നമ്മൾ കിട്ടാത്തതിന് വേണ്ടി, നമുക്ക് ഇല്ലാത്തതിന് വേണ്ടി ഉള്ളതാകരുത് പ്രാർത്ഥന എന്നാണ് ഗുരുദേവൻ അതിനകത്തൂടെ പറയുന്ന. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിക്കുന്ന ആ തമ്പുരാന് നന്ദി പറയണം. ഉള്ളതിനെ കുറിച്ച് നമുക്ക് നന്ദി പറയണം, ഇല്ലാത്തതിനെ കുറിച്ചുള്ള പറച്ചിലാകരുത് പ്രാർത്ഥന എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? എന്താണ്? ആ വിനായകന്റെ ദാനശീലത്തെ കുറിച്ചാണ് പറയുന്നത്. അടുത്ത ബുധശ്രീ കരന്തം. ബുധശ്രീ കരന്തം എന്ന് പറഞ്ഞാൽ ബുധന്മാരുടെ ശ്രീ കരം തം, കരത്തിൽ ഉള്ളവനെ, അല്ലെങ്കിൽ ബുധന്മാരുടെ ഐശ്വര്യത്തിന് വേണ്ടി എപ്പോഴും വിചാരമുള്ളവനെ. നേരത്തെ പറഞ്ഞായിരുന്നു, ഭക്തന്മാരുടെ ഐശ്വര്യത്തിൽ വിചാരമുള്ളൂ, ദേവന്മാരുടെ ഐശ്വര്യത്തിൽ വിചാരമുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. ഇവിടെ ബുധന്മാരെന്ന് പറഞ്ഞ ജ്ഞാനികൾ, അല്ലെ ജിജ്ഞാസുക്കൾ, വിജ്ഞാനികൾ എന്നൊക്കെ നമ്മൾ പറയുന്ന അവര് എന്ന് പറഞ്ഞ ആരാണ്? ജ്ഞാനത്തിന്റെ മാർഗത്തിലൂടെ സഞ്ചരിച്ച് ജ്ഞാന സാക്ഷാത്കാരം നേടി സ്വയം അറിവായി പ്രകാശിക്കുന്നവരാണ്. അങ്ങനെയുള്ള ബുധന്മാർക്ക്, വിദ്വാൻമാർക്ക് എല്ലാം നൽകുന്നവനെ എന്നാണ്. അവർക്ക് ജ്ഞാനസമ്പത്താണ് അവരുടെ മുഖ്യം എന്നുള്ളത് നമുക്കറിയാം. അവരുടെ ഐശ്വര്യം, അവരുടെ ശ്രീ എന്ന് പറയുന്ന ജ്ഞാനസമ്പത്താണ്. അവർക്ക് അതും നൽകുന്നു. അവർക്ക് ഇഹ പരസുഖവും ആ പരമമായ കൈവല്യം അല്ലെങ്കിൽ മോക്ഷമൊക്കെ അരുളുന്നവനാണ് വിനായകൻ എന്ന് പറയുന്നത്. അവർക്കങ്ങനെ നമ്മൾ പക്ഷിമൃഗാദികളെ പോലെയാണ് ഇങ്ങനെയുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ. അറിവിൽ അമർന്ന് അറിവായി മാറിയവരെന്ന് പറയുന്ന അവർക്ക് ഉത്കണ്ഠയില്ല, നാളെക്കുറിച്ചുള്ള വേവലാതിയൊന്നും അവരില്ല. ഏകാന്ത ഇടങ്ങളിലൊക്കെ തപസ്സനുഷ്ഠിക്കുന്ന താപസന്മാരെ കുറിച്ച് നമുക്കറിയാം. അവർക്ക് ആ ഭക്ഷണത്തെ കുറിച്ചൊന്നും വേവലാതിയൊന്നുമില്ല, ആരും അവർക്ക് വെച്ചു കൊടുക്കാനൊന്നും അവിടെ ഇല്ല. പക്ഷെ അവർക്ക് ആ സമയാസമയങ്ങളിൽ വേണ്ടത് കിട്ടുന്നുണ്ട്. ചിലപ്പോൾ ആരെങ്കിലും കൊണ്ട് കൊടുക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥമായിട്ടായിരിക്കും, ചിലപ്പോൾ അടുത്തുള്ള ഒരു കാട്ടുചോലയിലെ വെള്ളമായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫലവൃക്ഷത്തിലെ ഫലമായിരിക്കും. അതുകൊണ്ട് അവർ സംതൃപ്തരുമാണ്. നമുക്കറിയാം, ശ്രീനാരായണ ഗുരുദേവൻ മരുത്വാമലയിൽ തപസ്സനുഷ്ഠിക്കുന്ന വേളയിൽ ആരും ഭഗവാന് ആഹാരമൊന്നും വെച്ചു കൊടുക്കാൻ അവിടെ ഇല്ലായിരുന്നു. അവിടെ എന്തായിരുന്നു ഭഗവാന്റെ ആഹാരത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. കട്ടുക്കൊടി ഇലയുടെ ചാറ് പിഴിഞ്ഞ് കുറച്ച് സമയം വെക്കുമ്പോൾ അതൊരു അപ്പത്തിന്റെ രൂപത്തിലാകും. അതും അടപതിയൻ കിഴങ്ങും ഒക്കെ ആയിരുന്നു. പിന്നെ ഭഗവാന് വെള്ളമൊക്കെ, കാട്ടുചോലയിലെ വെള്ളമൊക്കെ ആയിരുന്നിരിക്കും ഭക്ഷണം. അപ്പൊ ഇങ്ങനെ ബുധന്മാർക്ക്, ഇങ്ങനെയുള്ള വിദ്വാൻമാർക്ക്, ജ്ഞാനികൾക്ക്, ജിജ്ഞാസുക്കൾക്ക് അവർക്ക് വേണ്ട ശ്രീയെ നൽകുന്നവനെ ബുധശ്രീ കരന്തം. ഗജാസ്യം പലവട്ടം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഗജമുഖൻ, ഗജാനനൻ എന്നൊക്കെയുള്ള, അല്ലെങ്കിൽ ആനയുടെ മുഖത്തോട് കൂടിയവൻ എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു, ഗണപതിയുടെ രൂപം എന്ന് പറയുന്ന ഒരു വിഗ്രഹ ഭാഷയാണ്. ഞാൻ വയറിന്റെ കാര്യം അന്ന് പറഞ്ഞായിരുന്നു, സംതൃപ്തിയെ സൂചിപ്പിക്കുന്നതൊക്കെ. ഇപ്പൊ ഇവിടെ ആനയുടെ തല, ആ ഭാഗം, ഗണപതിയുടെ തല ആനയായിട്ടുള്ള ആ ഭാഗം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം വലിയ ചെവിയുണ്ട്, വളരെ ചെറിയ കുഞ്ഞു കണ്ണുകളുണ്ട്, അതുപോലെ തന്നെ മുറിഞ്ഞ കൊമ്പുണ്ട്, തുമ്പിക്കൈയുണ്ട്. ആ തുമ്പിക്കൈ എന്ന് പറയുന്നത് തന്നെ ഓങ്കാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആ മുഖത്തോട്ടൊക്കെ നോക്കി നമുക്കൊരു ഓങ്കാരത്തിന്റെ രൂപമുണ്ട്. അതുപോലെ തന്നെ അവിടെ ചെവി, വലിയ ചെവി എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്ന നല്ലൊരു ശ്രോതാവാണെന്നുള്ളതാണ് വിനായകൻ. നല്ലൊരു കേൾവിക്കാരനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നല്ലൊരു കേൾവിക്കാരനാകണം. എപ്പോഴും ഒരു ബന്ധം നല്ലതായിട്ട് നിലനിന്ന് പോകണമെങ്കിൽ നമുക്കൊക്കെ എപ്പോഴും സംസാരിക്കുന്നതാണ് ഇഷ്ടം. നമ്മൾ ഒരാളോട് സംസാരിക്കുകയാണെങ്കിൽ നമ്മളായിരിക്കും കൂടുതൽ സംസാരിക്കുന്നത്, അല്ലെ? അതേസമയം എപ്പോഴും കേൾക്കുന്ന ആളായിരിക്കണം നമ്മൾ എപ്പോഴും. മറ്റൊരാളെ കേൾക്കുക, അവരുടെ സങ്കടങ്ങൾ കേൾക്കുക, പരാതികള്, പരിഭവങ്ങളൊക്കെ കേൾക്കുന്ന നല്ലൊരു ശ്രോതാവായിട്ട് മാറാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. പക്ഷെ ഇവിടെ വിനായകൻ നല്ലൊരു ശ്രോതാവാണ്. അതുപോലെ തന്നെ ഇവിടെ വേറെ ഒരു വളരെ വിശാലമായ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ വലിയ ചെവികൾ എന്ന് പറയുന്നത് എപ്പോഴും വേദമന്ത്രങ്ങൾ അല്ലെങ്കിൽ ആധ്യാത്മികമായ കാര്യങ്ങൾ ഇങ്ങനെ കേട്ടോണ്ട് എപ്പോഴും നിരന്തരം ശ്രവിക്കുന്നതിന്റെ സൂചനയാണ് ആ വലിയ ചെവി എന്ന് പറയുന്നത്. അതുപോലെ ചെറിയ കണ്ണുകളാണ്, കുഞ്ഞു കണ്ണുകളാണ്, സൂക്ഷ്മ നിരീക്ഷണമാണ് അത് സൂചിപ്പിക്കുന്നത്. അതായത് നമ്മളിപ്പോ കണ്ണൊക്കെ ഇങ്ങനെ ഇറുക്കി പിടിച്ച് നോക്കുന്ന എപ്പോഴാണ്, നമ്മളൊരു സൂചി നൂലൊക്കെ കോർക്കാൻ അത്രയ്ക്ക് ശ്രദ്ധ വേണ്ടി വരുമ്പോഴാണ് നമ്മൾ അങ്ങനെ കണ്ണ് വെച്ച് നമ്മൾ നോക്കുന്നത്, അല്ലെ? അപ്പൊ ഇവിടെ സൂക്ഷ്മ നിരീക്ഷണം മാത്രമല്ല, ആ കേൾക്കുന്ന വേദമന്ത്രങ്ങൾ നിരന്തരം ഇങ്ങനെ മനനം ചെയ്യുന്നതിന്റെ ഒരു സൂചന കൂടിയാണ് ചെറിയ കണ്ണുകൾ സൂചിപ്പിക്കുന്നത്. പിന്നെ മുറിഞ്ഞ കൊമ്പെന്ന് പറയുന്നത് അഹങ്കാരത്തെ മുറിച്ച് കളഞ്ഞ അതിന്റെ സൂചനയാണ് മുറിഞ്ഞ കൊമ്പ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മൾ തുമ്പിക്കൈ പറഞ്ഞ ഓങ്കാരത്തെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ തുമ്പിക്കൈ സത്യത്തെയും അസത്യത്തെയും നന്മയും തിന്മയും ഒക്കെ വിവേചിച്ചറിയുന്ന ഉപകരണമാണ് ആനയ്ക്ക്.
അവയവമാണ്. ഉപകരണം എന്നല്ല, അവയവം. ഇതെല്ലാം വിനായകന്റെ ഈ ലക്ഷണങ്ങളെല്ലാം സാക്ഷാത് പരബ്രഹ്മത്തിന്റെ ലക്ഷണങ്ങളാണ്. അപ്പൊ ഗജാസ്യം എന്ന് പറയുമ്പോൾ ആ പരബ്രഹ്മ ലക്ഷണത്തോട് കൂടിയവനെ എന്ന് അർത്ഥം പറയാം. അടുത്ത വിഭാന്തം എന്നാണ് പറയുന്നത്. വിഭാന്തം എന്ന് പറഞ്ഞാൽ വിശേഷേണ ഭാനം ചെയ്യുന്നവനെ. ഭാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ശോഭിക്കുക. വിശേഷേണ ശോഭിക്കുന്നവനെ എന്ന് പറഞ്ഞാൽ ഏകമായ ഒരു പൊരുളായി നമ്മളിപ്പോ പലവട്ടം പറഞ്ഞു. സത്യമായി നിന്നുകൊണ്ട് എണ്ണമറ്റ നാമരൂപങ്ങളോട് കൂടിയ പ്രപഞ്ചത്തിന്റെ രൂപത്തിൽ ശോഭിക്കുന്നവനെ എന്നാണ് വിഭാന്തം എന്ന വാക്കിന്റെ അർത്ഥം. അടുത്ത കരാത്മീയ ദന്തം. കരാത്മീയ ദന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരത്തില് തന്റെ തന്നെ ആത്മീയം, നമ്മൾ പലവട്ടം ആത്മീയം ആത്മ എന്നൊക്കെ പറഞ്ഞപ്പോ പറഞ്ഞു തന്റെ തന്നെ എന്നുള്ള അർത്ഥമാണ് അതിന്റെ. അപ്പൊ കരാത്മീയ ദന്തം എന്ന് പറഞ്ഞാൽ കൈകളിൽ തന്റെ തന്നെ ദന്തത്തെ പിടിച്ചിട്ടുള്ളവനെ, മുറിച്ചു കളഞ്ഞ ദന്തം അല്ലെങ്കിൽ കൊമ്പ് ഗണപതിയുടെ കയ്യിലുണ്ട് അല്ലെ. അപ്പം അഹന്തയെ മുറിച്ചു കളഞ്ഞതിന്റെ അടയാളമാണിത്. അപ്പം അഹന്ത നമ്മൾ തന്നെ ഒരു അഹങ്കാരത്തിന്റെ അല്ലെ അഹന്തയുടെ പ്രതീകമാണ് കൊമ്പ്. നമ്മൾ ചിലപ്പോൾ പറയത്തില്ല അവൻ എന്താ കൊമ്പുണ്ടോ, നിനക്കെന്താ കൊമ്പുണ്ടോ എന്നൊക്കെ ചോദിക്കും. അതെന്താണ്, നിനക്കെന്താ പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അവിടെ അഹങ്കാരത്തിന്റെ ഒരു സൂചനയാണ്. അപ്പൊ അഹന്തയെ മുറിച്ചു കളഞ്ഞതിന്റെ അടയാളമാണ് ഈ ഗണപതിയുടെ കയ്യിലിരിക്കുന്ന കൊമ്പ് എന്ന് പറയുന്നത്. ഗണപതിയുടെ കൊമ്പ് മുറിച്ച് അല്ലെ മുറിഞ്ഞതിനെ കുറിച്ച് പല കഥകളുണ്ട്. അതിൽ ഏറ്റവും പ്രചാരത്തിലുള്ള ഒരു കഥ ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു വിടാം, സമയം പോയതുകൊണ്ട്. 2-3 കഥകളുണ്ട്, ഐതിഹ്യങ്ങളുണ്ട്. നമുക്കറിയാവുന്നതാണ്. ഭാർഗവരാമൻ അല്ലെങ്കിൽ പരശുരാമൻ ഒരു ദിവസം കൈലാസത്തിൽ എത്തുന്നു. പരശുരാമൻ ശിവഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനാണ്. അപ്പൊ ശിഷ്യൻ ഏത് സമയത്തും ഗുരുവിനെ കാണാം എന്നുള്ളതാണ് നിയമം. അപ്പൊ അതുകൊണ്ട് തന്നെ വരുന്നു, ഭൂതഗണങ്ങളൊക്കെ അങ്ങോട്ട് കയറ്റി വിടുന്നുണ്ട്. പക്ഷെ ഇവിടെ ശിവനും പാർവതി ആ സമയത്ത് സ്വകാര്യ സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കും. അങ്ങനെ എന്തോ ആണ്, മുറിക്കുള്ളിലാണ്. വിനായകനെ കാവൽ നിർത്തിയിട്ടാണ് അവര് മുറിയിൽ ഇരിക്കുന്നത്. അപ്പം വിനായകൻ പറയുന്നു മുറിയിലേക്ക് കയറി പോകാൻ പറ്റത്തില്ല, അച്ഛനും അമ്മയും സംസാരിച്ചിരിക്കുകയാണ്. പക്ഷെ പരശുരാമൻ പറയുന്നു എനിക്ക് ഇപ്പൊ തന്നെ ഗുരുവിനെ കണ്ടേ പറ്റുള്ളൂ, ഏത് സമയത്തും ഗുരുവിനെ ശിഷ്യന് കാണാമെന്ന് പറയുന്നു. അപ്പൊ വിനായകൻ സമ്മതിക്കുന്നില്ല. അവിടെ ഭയങ്കരമായ ഒരു യുദ്ധം ഉണ്ടാവുകയാണ്. നമുക്കറിയാം പരശുരാമൻ എന്ന് പറയുന്നത് വിഷ്ണുവിന്റെ അവതാരമാണ്. അപ്പൊ രണ്ടുപേരും തുല്യശക്തി എന്ന് പറയാം, അല്ലെങ്കിൽ എന്താണ്, ഭയങ്കര ശക്തരാണ് രണ്ടുപേരും. അവിടെ ഘോരമായ ഒരു യുദ്ധം നടക്കുന്നു. അപ്പോൾ ആ രണ്ടുപേരും ഒരുപോലെ നിന്നാണ് യുദ്ധം ചെയ്യുന്നത്. അത് ആ സമയത്ത് പരശുരാമൻ തന്റെ കയ്യിലിരിക്കുന്ന മഴു, അത് ആര് കൊടുത്താണ്? ശിവൻ കൊടുത്താണ്, പ്രിയപ്പെട്ട ശിഷ്യന് കൊടുത്തതാണ്. അങ്ങനെ ആ മഴു ഉപയോഗിച്ച് ഗണപതിയുടെ നേരെ പ്രയോഗിക്കുകയാണ്. അപ്പൊ മഴു തന്റെ നേരെ വരുന്നത് കാണുമ്പോൾ ഗണപതി ശിരസ് നമിച്ചതിനെ സ്വീകരിക്കുകയാണ്. കാരണം അച്ഛന്റെ മഴുവാണ് അത്. അച്ഛൻ സമ്മാനമായി കൊടുത്താണെങ്കിൽ ആ ആയുധത്തിന് എന്താണ് കീഴ്പ്പെട്ടേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ എന്താണ് കവിൾ ഉൾപ്പെടെ കൊമ്പ് കുറച്ച് ഭാഗം മുറിഞ്ഞു പോകുന്നു. കവിളത്ത് നിന്ന് ചോരയൊക്കെ ഒലിച്ച് കൊമ്പൊക്കെ മുറിഞ്ഞ് ആ കൊമ്പ് താഴെ വീണാൽ ബ്രഹ്മാണ്ടം നശിച്ചു പോകും അല്ലെ. അപ്പൊ ആ സമയത്ത് ശിവനും പാർവതിയും ഈ ബഹളമൊക്കെ കേട്ട് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും നമുക്കറിയാം പാർവതി ദേവി സ്വന്തം മകന്റെ കവിളത്ത് നിന്നൊക്കെ ചോര ഒലിച്ച് നിൽക്കുന്ന ആ രൂപം കണ്ടിട്ട് ദേവിക്ക് കോപവും താപവും സങ്കടവും എല്ലാം വരുവാണ്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, അമ്മമാരെന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെയല്ലേ, മക്കളുടെ ഈ ഒരു അവസ്ഥ കാണുമ്പോൾ ഏതൊരു അമ്മയാണ് അല്ലെ സങ്കടപ്പെടാതിരിക്കുന്നത്. അപ്പൊ വള്ളത്തോൾ ഇത് മനോഹരമായിട്ട് ശിഷ്യനും മകനും എന്ന് പറയുന്ന കവിതയ്ക്കകത്ത് വർണ്ണിച്ചിട്ടുണ്ട്. ഉടൻ മഹാദേവി ഇടത്ത് കയ്യാൽ അഴിഞ്ഞ വാർപൂങ്കുഴൽ ഒന്നൊതുക്കി ജ്വലിച്ച കൺകൊണ്ട് ഒരു നോക്ക് നോക്കി പാർശ്വസ്ഥനാകും പതിയോടുരച്ചു. ആ വാർപൂങ്കുഴലൊക്കെ അങ്ങ് എന്ന് പറഞ്ഞാൽ ആ മുടിക്കെട്ടെല്ലാം അങ്ങ് അഴിഞ്ഞു. കേശഭാരമൊക്കെ അങ്ങ് ദേവിക്ക് കോപസ ആയിട്ട് എന്ത് ചെയ്തു, മുടിക്കെട്ടൊക്കെ അഴിഞ്ഞ് അടുത്ത് നിൽക്കുന്ന പതിയോട് ചോദിക്കുവാണ് വേണ്ടത്രൻ ദക്ഷിണ കിട്ടിയല്ലോ ശിഷ്യനിൽ നിന്നും. വിശിഷ്ടനാം ശിഷ്യനിൽ നിന്നിതാനീ, വിശിഷ്ടനായ ശിഷ്യനിൽ നിന്ന് ദക്ഷിണയൊക്കെ കിട്ടിയല്ലോ, ഗുരുദക്ഷിണ. ദിവ്യായുധം വല്ലതും ഉണ്ട് ബാക്കി എന്നാൽ അതും നൽകി അനുഗ്രഹിക്കുക എന്നാ ദേവി പറയുന്നത്. ഇനി എന്തെങ്കിലും ദിവ്യായുധം ബാക്കിയുണ്ടെങ്കിൽ അതുകൂടെ കൊടുത്ത് ശിഷ്യനെ അങ്ങ് അനുഗ്രഹിക്കുക. ഇനിയിപ്പോ സമയമില്ലാത്തതുകൊണ്ട് ബാക്കി ഞാൻ പറയുന്നില്ല. മനോഹരമായ കൃതിയാണ് ശിഷ്യനും മകനും ഇത് വർണ്ണിച്ചിരിക്കുന്നത്. നിങ്ങൾ വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കണം. അപ്പൊ അങ്ങനെ വിനായകന്റെ ആ പിന്നെ ശ്രീകൃഷ്ണനും ഒക്കെ ആ സമയത്ത് രംഗപ്രവേശം ചെയ്യുന്നതും പിന്നെ വിനായകനോട് തന്നെ അത് പറയുന്നുണ്ട്. ഈ കൊമ്പ് എന്താണ് അനുഗ്രഹിക്കുവാണ് വിഷ്ണു അല്ലെങ്കിൽ കൃഷ്ണൻ. എന്താണ് ഈ കൊമ്പ് നല്ലൊരു ലോകോപകാരമായ ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് ഗണപതിക്ക് പറ്റും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമുക്കറിയാമല്ലോ മഹാഭാരത കഥ.
എഴുതുന്ന സമയത്ത് വിനായകൻ ആ കൊമ്പ് ഉപയോഗിച്ചതായിട്ട് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു. അങ്ങനെ ആ ഒടിഞ്ഞ കൊമ്പ്, ആ അഹന്തയെ മുറിച്ചു കളഞ്ഞതിന്റെ പ്രതീകമായിട്ടുള്ള ഒടിഞ്ഞ കൊമ്പ് സ്വന്തം കരത്തിൽ പിടിച്ചിരിക്കുന്നവനെ കരാത്മീയ ദന്തം ത്രിലോകൈക വൃന്ദം. ത്രിലോകൈക വൃന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വൃന്ദം എന്ന് പറഞ്ഞാൽ ഞെട്ട് എന്നുള്ളതാണ് ഇവിടെ അർത്ഥം. അപ്പൊ നമുക്കറിയാം ഒരു ഞെട്ടിൽ തന്നെ ചിലപ്പോൾ 3 പൂക്കള്, 5 പൂക്കള്, 2 പൂക്കളൊക്കെ ഉണ്ടാകും നമുക്ക് കണ്ടിട്ടുണ്ട്. ഇവിടെ ഈ 3 ലോകങ്ങളും വിനായകൻ എന്ന് പറയുന്ന വിനായകനാകുന്ന ഞെട്ടിൽ നിന്നും ഉണ്ടായതാണ്. ത്രിലോകൈക വൃന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ലോകങ്ങളും, അതായത് ഭൂമി, സ്വർഗം, പാതാളം, ഇങ്ങനെ 3 ലോകങ്ങളും നിന്നിൽ നിന്നാണ്, വിനായകനിൽ നിന്നാണ് ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ഈ ലോകവും നിലനിൽക്കുന്നത് എന്നുള്ളതാണ് അവിടെ സൂചന. അടുത്ത സുമന്തം. സുമന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ മനോഹരമായിട്ട് മന്ദമായിട്ട് ഗമിക്കുന്നവനെ, മന്ദമായിട്ട് നടക്കുന്നവനെ. നമുക്കറിയാം ഗണപതിയുടെ അല്ലെങ്കിൽ വിനായകന്റെ വാഹനം എന്ന് പറയുന്നത് എലിയാണ്. അത് മന്ദമായിട്ട് സഞ്ചരിക്കുന്ന ഒരു ജീവിയാണ്. അതുപോലെ തന്നെ ആനയുടെ രൂപമാണല്ലോ. അപ്പം ആനയുടെ ഗമനവും മന്ദഗതിയിലാണ്. ആനയുടെ ഗമനത്തിന് ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട്, അഴകുണ്ട്, അതിന് നല്ല സൗന്ദര്യമുണ്ട്, ഒരു പ്രത്യേക ഒരു എന്താണ്, നമ്മളൊക്കെ ആണെങ്കിലും ഇപ്പൊ മുതിർന്നവരാകട്ടെ കുഞ്ഞുങ്ങളാകട്ടെ ഭയങ്കര കൗതുകമാണ് അല്ലെ ആനയെ കാണാം. ആനയുടെ ഒരു ശബ്ദം എന്താണ്, ഇതിന്റെ ശബ്ദം കേൾക്കുമ്പോഴേ ചിലങ്കയെന്ന് തെറ്റിപ്പോ എനിക്ക് വരുമ്പോഴേ, ആനയുടെ സൂചന വരുമ്പോഴേ നമ്മൾ എന്താണ് ഓടിപ്പോയി നമ്മൾ അവിടെ പോയി നിൽക്കും കാണാനായിട്ട്. എത്ര മുതിർന്നവരാണെങ്കിലും അല്ലെ, കൊച്ചുകുട്ടികൾക്ക് അതുപോലെ കൗതുകമാണ്. ആ നടപ്പാണ്, ആ മന്ദഗതി കാണാനൊക്കെയാണ്, അതിന്റെ ആ രൂപവും എല്ലാം കാണാനാണ് നമ്മൾ ഓടിപ്പോകുന്നത്. അപ്പം എന്താണ്, അതുപോലെ തന്നെ ഒരു പ്രസിദ്ധമായ ശ്ലോകം ഉണ്ടല്ലോ, ഉടുരാജമുഖി മൃഗരാജകടി എന്നുള്ള തുടങ്ങുന്ന ശ്ലോകത്തിൽ പറയുന്നുണ്ടല്ലോ, എന്താണ് പറയുന്നത്, ഗജരാജ വിരാജിത മന്ദഗതി അല്ലെ, ഗജരാജനെ പോലെ മന്ദഗതിയിൽ നടക്കുന്നവളെ എന്നുള്ളൊരു സുന്ദരിയെ വർണ്ണിക്കുന്ന ഒരു പദ്യമാണത്. അപ്പം എന്താണ് ഇവിടെ പറയുന്നത്, നല്ല മനോഹരമായ നടത്തത്തോടു മന്ദമായ ഗമനത്തോടു കൂടിയവനെ, പരന്തം, പരന്തം എന്ന് പറഞ്ഞാൽ പരനായിട്ടുള്ളവനെ, പരമ സത്യസ്വരൂപനായിട്ടുള്ളവനെ, അങ്ങനെയുള്ള ഭവന്തം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള വിനായകനെ ഞാൻ ഭജിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള നിന്തിരിപടിയായിട്ടുള്ള ഭഗവാനെ ഞാനിതാ ഭജിക്കുന്നു. അപ്പൊ ഇനി അതിന്റെ ശ്ലോകത്തിന്റെ അർത്ഥം കൂടെ ഞാൻ വേഗം പറയുവാണ്, എഴുതിക്കോ പെട്ടെന്ന്. വിസ്താരമാക്കപ്പെട്ട ഏകസത്യമായി പ്രകാശിച്ചു നിൽക്കുന്നവനെ, വിസ്താരമാക്കപ്പെട്ട, തഥ എന്ന് പറഞ്ഞാൽ, തഥം എന്നൊക്കെ പറഞ്ഞാൽ വിസ്താരമാക്കപ്പെട്ട എന്നാണ്. ഏകസത്യമായിട്ട് പ്രകാശിച്ചു നിൽക്കുന്നവനെ, എല്ലായ്പ്പോഴും ദാനം ചെയ്യുന്നതിൽ തൽപരനായവനെ, എല്ലായ്പ്പോഴും ദാനം ചെയ്യുന്നതിൽ തൽപരനായവനെ, എല്ലായ്പ്പോഴും ദാനം ചെയ്യുന്നതിൽ തൽപരനായവനെ, ബുധന്മാർക്ക് എല്ലാ ഐശ്വര്യങ്ങളെയും ഉണ്ടാക്കുന്നവനെ, ബുധന്മാർക്ക് എല്ലാ ഐശ്വര്യങ്ങളെയും ഉണ്ടാക്കുന്നവനെ, ആനയുടേതുപോലുള്ള മുഖത്തോടു കൂടിയവനെ, ആനയുടേതുപോലുള്ള മുഖത്തോടു കൂടിയവനെ, വിശേഷേണ ഭാനം ചെയ്യുന്നവനെ, വിശേഷേണ ഭാനം ചെയ്യുന്നവനെ, ഭാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുക എന്നാണ് കേട്ടോ. വിശേഷേണ ഭാനം ചെയ്യുന്നവനെ, കയ്യിൽ തൻ്റെതായ കൊമ്പുള്ളവനെ, കയ്യിൽ തൻ്റെതായ കൊമ്പുള്ളവനെ, മൂന്ന് ലോകങ്ങളാകുന്ന പൂക്കൾക്ക് ഒരേ ഒരു ഞെട്ടായിട്ടുള്ളവനെ, മൂന്ന് ലോകങ്ങളാകുന്ന പൂക്കൾക്ക് ഒരേ ഒരു ഞെട്ടായിട്ടുള്ളവനെ,
ഏറ്റവും മന്ദമായ ഗതിയോട് കൂടിയവനെ, ഏറ്റവും മന്ദമായ ഗതിയോട് കൂടിയവനെ, പരനായിട്ടുള്ള ആ നിന്തിരുവടിയെ ഞാൻ ഭജിക്കുന്നു. ആദ്യത്തെ തദാനേക സന്തം എന്നുള്ളതിൽ ഞാൻ വിസ്താരമാക്കപ്പെട്ട ഏക സത്യമായി പ്രകാശിച്ചു നിൽക്കുന്നവനെ എന്നല്ലേ പറഞ്ഞ. അവിടെ ഒരു ചെറിയൊരു മാറ്റം കൂടെ വരുത്തിക്കോളാം. വിസ്താരമാക്കപ്പെട്ട ഏക സത്യമായി അനേക രൂപങ്ങളിൽ പ്രകാശിച്ചു നിൽക്കുന്നവനെ എന്നാക്കിക്കോ. അനേക രൂപങ്ങളിൽ പ്രകാശിച്ച് നിൽക്കുന്നവനെ. ടീച്ചറെ എന്തോ 3 ലോക അത് കഴിഞ്ഞിട്ട് ഒന്ന് പറ. പൂക്കൾക്ക് ഒരേ ഒരു ഞെട്ടായിരിക്കുന്നവൻ അനേകായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഏറ്റവും മന്ദമായ ഗതിയോട് കൂടിയവനെ, ഏറ്റവും മന്ദമായ ഗതിയോട് കൂടിയവനെ, പരനായിട്ടുള്ള ആ നിന്തിരുവടിയെ ഞാൻ ഭജിക്കുന്നു. പരനായിട്ടുള്ള എന്ന് പറഞ്ഞാൽ പരമസത്യമായിട്ടുള്ള ആ നിന്തിരുവടിയെ ഞാൻ ഭജിക്കുന്നു. വായിക്കണോ ഒന്നുകൂടെ? വിസ്താരമാക്കപ്പെട്ട ഏക സത്യമായി അനേക രൂപങ്ങളിൽ പ്രകാശിച്ചു നിൽക്കുന്നവനെ, എല്ലായ്പ്പോഴും ദാനം ചെയ്യുന്നതിൽ തൽപരനായവനെ, ബുധന്മാർക്ക് എല്ലാ ഐശ്വര്യങ്ങളെയും ഉണ്ടാക്കുന്നവനെ, ആനയുടേതുപോലുള്ള മുഖത്തോട് കൂടിയവനെ, വിശേഷേണ ഭാനം ചെയ്യുന്നവനെ, കയ്യിൽ തൻ്റെതായ കൊമ്പുള്ളവനെ, 3 ലോകങ്ങളാകുന്ന പൂക്കൾക്ക് ഒരേ ഒരു ഞെട്ടായിട്ടുള്ളവനെ, ഏറ്റവും മന്ദമായ ഗതിയോട് കൂടിയവനെ, പരനായിട്ടുള്ള ആ നിന്തിരുവടിയെ ഞാൻ ഭജിക്കുന്നു. അടുത്ത ശ്ലോകത്തിലേക്ക് പോവാണേ. ശിവപ്രേമ പിണ്ഡം പരം സ്വർണവർണം ലസദന്തഖണ്ഡം സദാനന്ദപൂർണം വിവർണ പ്രഭാസ്യം ധൃതസ്വർണഭാണ്ഡം ചലച്ചാരുശുണ്ഡം ഭജേദന്തിതുണ്ഡം. ഭജിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള മുകളിൽ പറഞ്ഞിരിക്കുന്ന ലക്ഷണങ്ങളോടുകൂടിയ ഭഗവാനെ, വിനായകനെ ഞാൻ ഭജിക്കുന്നു. ആദ്യത്തേത് ശിവപ്രേമ പിണ്ഡം. ശിവപ്രേമ പിണ്ഡം എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ വന്നതാണ്. എന്നായിരുന്നു? ശാങ്കരപ്രേമ കോശം നേരത്തെ പറഞ്ഞതാണ്. ശിവന്റെയും പാർവതിയുടെയും പ്രേമ കോശമായിട്ടുള്ളവനെ എന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഏകദേശം ഇവിടെ. ശിവന്റെ പ്രേമം മൂർത്തീകരിച്ചവനെ, ശിവപ്രേമ പിണ്ഡം, ശിവന്റെ പ്രേമം രൂപം പ്രാപിച്ചവനെ എന്നാണ് അവളുടെ അർത്ഥം. അത് നമുക്കറിയാം. ശിവന്റെ ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞായിരുന്നു, ഗണപതിയെ കേന്ദ്രമാക്കിയുള്ള ഗാണപത്യ പുരാണങ്ങളിലൊക്കെ ഗണപതിയാണ് ആദ്യം ഉണ്ടായ സാക്ഷാത് പരബ്രഹ്മ സ്വരൂപം എന്ന് പറയുന്നുണ്ട്. അവിടെ ശിവനും പാർവതിയും ഗണപതിയെ തങ്ങളുടെ പുത്രനായിട്ട് ജനിക്കണമെന്ന് പ്രാർത്ഥിച്ച് ഉണ്ടായതാണ് ഗണപതി എന്നൊരു ഗാണപത്യ പുരാണത്തിലൊക്കെ അവരങ്ങനെയാണ് പറയുന്നത് അല്ലെങ്കിൽ വിശ്വസിക്കുന്നത്. അപ്പൊ അങ്ങനെ ശിവന്റെ പ്രേമത്തിന്, ശിവന്റെയും പാർവതിയുടെയും പ്രേമത്തിന് രൂപം പ്രാപിച്ചവനെ, പ്രേമം മൂർത്തീകരിച്ചവനെ, ശിവന്റെ പ്രേമം മൂർത്തീകരിച്ചവനെ എന്നാണ് അർത്ഥം. അടുത്തത് പരം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, കുറച്ചു മുമ്പ് പറഞ്ഞു, പരനായിട്ടുള്ളവനെ, പരമസത്യമായിട്ടുള്ളവനെ. സ്വർണ്ണ അതായത് എല്ലാത്തിനും ആധാരമായിട്ടുള്ള പൊരുളായിട്ടുള്ളവനെ. ലോകം നിന്നിലാണ് നിലനിൽക്കുന്നത്, ലോകത്തിന്റെ നിലനിൽപ്പ് വിനായകനിലാണ് എന്നാണ് പരമസത്യമായിട്ടുള്ളവനെ എന്ന് പറഞ്ഞാൽ. അടുത്ത സ്വർണവർണം എന്ന് പറഞ്ഞാൽ സ്വർണവർണമായിട്ടുള്ളവനെ, സ്വർണവർണത്തോടു കൂടിയവനെ, സ്വർണത്തിന്റെ നിറത്തോടു കൂടിയവനെ. നേരത്തെ വന്നായിരുന്നു ഹേമഗാത്രം നമ്മൾ പഠിച്ചായിരുന്നു. കനത്തായ സ്വർണത്തിന്റെ നിറത്തോടു കൂടിയ ശരീരത്തോടു കൂടിയവനെ എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ നമുക്കറിയാം സ്വർണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നിറത്തിനും കാന്തിക്കും മാത്രമല്ല മൂല്യത്തിനും ഏറെ വലുതായിട്ടുള്ള ഒരു ലോഹമാണ് സ്വർണം എന്ന് പറഞ്ഞാൽ. നിറവും കാന്തിയും മാത്രമല്ല, അതിന് നല്ല മൂല്യവുമുണ്ട്, നല്ല വിലയുള്ള ലോഹമാണ്. അപ്പൊ ഇവിടെയും എന്താണ്? നിറവും കാന്തിയും മാത്രമല്ല വിനായകന്റെ, അതുപോലെ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നല്ല മൂല്യം, കാന്തിയും മൂല്യവും പരമകാഷ്ഠയിൽ പ്രകടമാക്കുന്നവനെ എന്നാണ് വിനായകന്റെ സ്വർണവർണ്ണത്തോട് കൂടിയവനെ എന്ന് പറഞ്ഞാല്. ലസദന്ത ഖണ്ഡം എന്ന് പറഞ്ഞാല്
മുമ്പെയൊക്കെ പറഞ്ഞതാണ്. അവിടെ ലസിക്കുക എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്ന, ദന്തം നമ്മൾ പറഞ്ഞു കൊമ്പ്. അപ്പം ലസിക്കുന്ന പ്രകാശിക്കുന്ന കൊമ്പിന്റെ ഖണ്ഡത്തോട്, ഖണ്ഡം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കഷണം എന്ന് പറയും. അപ്പം നമുക്കറിയാം മുറിഞ്ഞ കൊമ്പ്. അപ്പം പ്രകാശിക്കുന്ന മുറിഞ്ഞ ആ കൊമ്പ് കയ്യിൽ പിടിച്ചിട്ടുണ്ടെന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ കൊമ്പോട് കൂടിയവനെ, അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു അഹന്തയാണ് മുറിച്ചിരിക്കുന്നത്. അപ്പം ആനയുടെ കൊമ്പിന്റെ കാര്യവും നമ്മൾ അന്നേരം പറഞ്ഞു, ശക്തിയും കരുത്തും സൗന്ദര്യവും അല്ലെ, തടി പിടിക്കാൻ ഉപയോഗിക്കുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ ഇവിടെയും വിനായകന്റെ ആ കൊമ്പ് ശക്തിയുടെ ഒക്കെ പ്രതീകമാണ്, പക്ഷെ അത് അഹന്തയുടെയും പ്രതീകമായിരുന്നു. ആ അഹന്ത മുറിച്ചു മാറ്റിയപ്പോൾ, അപ്പൊ വിനായകനിലും അഹന്ത ഇല്ലാതായപ്പോൾ വിനായകന് കൂടുതൽ ശോഭിക്കാനായിട്ടാണ് സാധിച്ചത്. അപ്പൊ ആ അഹന്ത ഇല്ലാതായപ്പോഴാണ് അത് ലോക നന്മയ്ക്ക് ഉതകുന്ന ഒരു ഉപകരണമായിട്ട് മാറിയത്. നമ്മൾ പഠിച്ചായിരുന്നല്ലോ, ഏതായിരുന്നു ശിവശതകത്തിൽ നമ്മൾ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ നമ്മൾ പഠിച്ചില്ലേ, മഹാഭാരത കഥ എഴുതാനായിട്ട് എല്ലാ എളിയോർക്ക് ഇണങ്ങി നിൽക്കുന്ന അല്ലെ, എന്തായിരുന്നു ശിവശതകത്തിന്റെ ആദ്യത്തെ ശ്ലോകത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, എഴുതി നിറച്ച് എളിയോർക്ക് ഇണങ്ങി നിൽക്കും മുതലാകിയ മൂർത്തി എന്ന് അവിടെ പറയുന്നുണ്ട് വിനായകനെ. അപ്പൊ അവിടെ എന്താണ്, അപ്പം വിനായകന്റെ ആ ഇത് അഹന്ത ഇല്ലാതായപ്പോൾ ലോകോപകാരത്തിന് ഉപകാരപ്പെടുന്ന ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് അത് കാരണമായി. അതുപോലെ തന്നെ നമ്മളിലൊക്കെയുള്ള അഹന്ത അല്ലെങ്കിൽ ഞാനെന്ന ഭാവം നമുക്കൊക്കെ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു അധികാര സ്ഥാനത്ത് എത്തുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളും ഒക്കെ ഞാനെന്ന ഭാവമുള്ളവരാകും. ഞാൻ വലിയ മുമ്പേ പറഞ്ഞ കൊമ്പ്, എനിക്ക് കൊമ്പുണ്ടെന്നുള്ള മട്ടിലാകും നമ്മുടെ നടപ്പും എടുപ്പും ഒക്കെ. അപ്പൊ അങ്ങനെയുള്ള ആ ഞാനെന്ന ഭാവം ഇല്ലാതാക്കി വിനയവാനാകുമ്പോഴാണ് നമുക്ക് കൂടുതൽ ശോഭയുണ്ടാകുന്നത്. നമ്മുടെ ബാഹ്യമായ ശോഭ മാത്രമല്ല, ആന്തരികമായ ശോഭ, നമ്മുടെ മനസ്സിന്റെ ശോഭ, നമ്മുടെ ഉള്ളു വിളങ്ങുന്നതൊക്കെ അപ്പോഴാണ്. അപ്പം അങ്ങനെ ഇവിടെ വിനായകന്റെയും കയ്യിൽ പ്രകാശിക്കുന്ന അല്ലെങ്കിൽ ലസിക്കുന്ന ദന്തഖണ്ഡത്തോട് കൂടിയവനെ എന്നാണ് അർത്ഥം. അടുത്ത സദാനന്ദ പൂർണ്ണം. സദാനന്ദ പൂർണ്ണം നമ്മൾ പലവട്ടം പറഞ്ഞു. സദാനന്ദം മാത്രം പറഞ്ഞായിരുന്നു, സത്തും ആനന്ദം ആയിട്ടുള്ളവനെ എന്ന് പറഞ്ഞായിരുന്നു. ഇവിടെയും പറയാണ് സത്തും ആനന്ദവും പൂർണ്ണതയെ പ്രാപിച്ചു നിൽക്കുന്നവനെ, സദാനന്ദ പൂർണ്ണം എന്നവിടെ പറയാണ്. അന്ന് ഞാൻ പറഞ്ഞായിരുന്നു പരബ്രഹ്മ സ്വരൂപ ലക്ഷണമാണ് സച്ചിദാനന്ദം എന്ന് പറയുന്നത്. സത്ത്, ചിത്ത്, ആനന്ദം. ഇവിടെ അതിന്റെ രണ്ട് ഘടകങ്ങളാണ്, സത്തും ആനന്ദവുമാണ് എടുത്തിരിക്കുന്നത്. ഞാൻ അന്ന് പറഞ്ഞു സത്ത് എന്ന് പറഞ്ഞാൽ ഉള്ളതാണ്, ഉള്ളത് എന്ന് പറഞ്ഞാൽ എന്ന് നിലനിൽക്കുന്ന, അതാണ് സത്ത്. അതേസമയം നമ്മളൊക്കെ ഉള്ള ബാക്കിയുള്ള ഞാൻ അന്ന് ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു, അവയൊക്കെ ഉണ്ടായതല്ല, ഉണ്ടാകുന്ന, അത് ഉണ്ടായി നിലനിന്ന് നശിക്കുന്നതാണ്. ഉള്ളത്, ഈ സത്ത് ഉള്ളതാണ്, ഉണ്ടായതല്ല. ഉണ്ടായവയൊക്കെ എന്ത് ചെയ്യും, ഉണ്ടായവയൊക്കെ ഉണ്ടായിട്ട് നിലനിന്ന് നശിക്കും. നമ്മളന്ന് പറഞ്ഞു ഉണ്ടായി മാറും അറിവുണ്ടായി മുന്നം എന്നുള്ളത് ജനനി നവരത്നമഞ്ജരി പറയുന്നുണ്ട്. അതുപോലെ തന്നെ വരുമാറ് വിധം വികാരവും എന്നിവിടെ പറയുന്നുണ്ട്, അനുകമ്പ ദശകത്തിൽ പറയുന്നുണ്ടെന്ന് അന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. അപ്പൊ 6 വിധം വികാരവും ഒക്കെ വന്നു നശിക്കും. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്, ഈ സത്തും ആനന്ദത്തിന്റെയും പൂർണ്ണമായിട്ട് നിൽക്കുന്നവനെ എന്ന് പറഞ്ഞാൽ എന്നും നിലനിൽക്കുന്ന ആ ഒരേ ഒരു പരമ്പൊരുളായിട്ട് പ്രപഞ്ച കാരണമായ സത്യം, നമ്മൾ ബ്രഹ്മം എന്ന് പറയും, ദൈവം എന്ന് പറയും, അറിവ് എന്നൊക്കെ പറയും, എന്നൊക്കെ വിളിക്കുന്ന അതിന്റെ ലക്ഷണമായ പരബ്രഹ്മത്തിന്റെ ലക്ഷണമായ സത്തും ആനന്ദവും പൂർണ്ണതയെ പ്രാപിച്ച് നിൽക്കുന്നവനെ. ആനന്ദം എന്താണെന്നൊക്കെ മുമ്പേ ഞാൻ പറഞ്ഞു. ആനന്ദ നില ആരുടെ അനുഭവമാണ്, അറിവിന്റെ പൂർണ്ണതയിൽ അമർന്നിരിക്കുന്നവരുടെ അനുഭവമാണെന്ന് പറഞ്ഞു. അത് നമ്മൾ ജനനി നവരത്നമഞ്ജരിയിൽ ഗുരുദേവൻ വർണ്ണിക്കുന്നുണ്ടല്ലോ അതിനെ, ആനന്ദ നിലയെ. തണ്ടാരിൽ വീണ് മധു ഉണ്ടാരമിക്കും ഒരു വണ്ടാണ് സൂര്യ സുഹൃതി എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്വാനുഭവ ഗീതയിൽ പറയുന്നുണ്ട്, ആനന്ദക്കടൽ പൊങ്ങി താനേ പായുന്നിത എന്ന് പറയുന്നു. അതുപോലെ ചിജ്ജട ചിന്തനത്തിൽ അത് പറയുന്നുണ്ട്, ആനന്ദാനുഭവം. 1 കോടി ദിവാകരൊത്തുയരുമ്പടി പാരോട് നീര് അനലാദികളും കെടുമാറ് കിളർന്നു വരുന്നൊരു നിൻ വടിവ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആനന്ദത്തിന്റെ, ആ സത്തിന്റെ ആനന്ദത്തിന്റെ പൂർണ്ണതയെ പ്രാപിച്ചു നിൽക്കുന്നവനെ. അടുത്ത വിവർണ പ്രഭാസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിവർണ പ്രഭാസ്യം എന്ന് പറഞ്ഞാൽ വിശിഷ്ടമായ പ്രഭയോടുകൂടി, നല്ല തേജസ്സോടുകൂടി, അത്യുജ്വലമായ മുഖശ്രീയോടുകൂടി ശോഭിക്കുന്നവനെ. ഹാസ്യം മുഖമാണ്, അപ്പൊ നല്ല പ്രഭയുള്ള മുഖത്തോടു കൂടിയവനെ. ധൃത സ്വർണഭാണ്ഡം, അത് ധൃത നമ്മൾ പറഞ്ഞു ധരിക്കപ്പെട്ടത് നേരത്തെ പറഞ്ഞതാണ്.
അപ്പൊ സ്വർണ്ണ ഭാണ്ഡം കയ്യിൽ ധരിച്ചിട്ടുണ്ട്. കയ്യിലൂടെ തുമ്പിക്കൈയില് ഒരു കലശമുണ്ട്. വിനായകന്റെ കയ്യിൽ സ്വർണ്ണ കലശം, രത്നവും സ്വർണവും ഒക്കെയാണ് അതിൽ നിറച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ മൂല്യമൊക്കെ നമുക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞു സ്വർണത്തിന്റെയൊക്കെ. അപ്പൊ ആശ്രയിക്കുന്നവർക്ക് അല്ലെ ഭക്തന്മാർക്ക് പ്രദാനം ചെയ്യുന്നവനെ ഒക്കെയാണ് കാണിക്കുന്ന വിനായകന്റെ. അടുത്ത ചലച്ചാരി ശുണ്ഠം, ചലച്ചാര് തുണ്ടം നമ്മൾ പഠിച്ചായിരുന്നു, ചലിക്കുന്ന മനോഹരമായ വയറെന്ന്. ഇവിടെ അതുപോലെ ചലിക്കുന്ന മനോഹരമായ ശുണ്ഠം, തുമ്പിക്കൈയോട് കൂടിയവനെ. തുമ്പിക്കൈ ഇപ്പൊ പലവട്ടം പറഞ്ഞു കരുത്തിന്റെ പ്രതീകമാണെന്നൊക്കെ പറഞ്ഞു. നന്മയും തിന്മയെയും സത്തിനെയും അസത്തിനെയും സത്യാസത്യങ്ങളെയും ഒക്കെ അല്ലെങ്കിൽ എന്താണ് ഒക്കെ തിരിച്ചറിയാനായിട്ട് വിവേചിച്ചറിയാനായിട്ട് ഉപയോഗിക്കുന്ന അവയവമാണ് തുമ്പിക്കൈ എന്ന് പറയുന്നത്. ആനയെ സംബന്ധിച്ച് ഇവിടെ വിനായകന്റെ ഈ ശുണ്ഠം അല്ലെങ്കിൽ തുമ്പിക്കൈ എപ്പോഴും ചലിക്കുകയാണ്, എപ്പോഴും ഇളകുകയാണ്. അപ്പൊ ലോകത്തിന്റെ നന്മ തിന്മകളെ സദാ വീക്ഷിച്ചുകൊണ്ട് ഇരിക്കുകയാണ് വിനായകൻ. എപ്പോഴും നന്മയുടെ ക്ഷേമത്തിനായിട്ട് എന്നിട്ട് ആ തുമ്പിക്കൈ ഇളക്കിക്കൊണ്ട് ഇരിക്കുകയുമാണ്. അങ്ങനെയുള്ള വിനായകനെ ഞാൻ ഭജിക്കുന്നു. ഒരു പ്രയോഗം കൂടെ ഉണ്ട്, ദന്തി തുണ്ടം. ദന്തി തുണ്ടം എന്ന് പറഞ്ഞാൽ, തുണ്ടം എന്ന് പറഞ്ഞാൽ മുഖം, ദന്തി നമുക്കറിയാം ആനയാണ്, കൊമ്പനാന. അപ്പൊ കൊമ്പനാനയുടെ മുഖത്തോട് കൂടിയവനെ, ഗജാസ്യൻ, ഗജമുഖൻ എന്നൊക്കെ പറഞ്ഞായിരുന്നു. നമ്മൾ മുമ്പേ പറഞ്ഞു, ആ വിഗ്രഹ ഭാഷയൊക്കെ നമ്മൾ പറഞ്ഞു, വലിയ ചെവിയും കുഞ്ഞിക്കണ്ണുകളും അല്ലെങ്കിൽ ആ തുമ്പിക്കൈയും ഒക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന്, അല്ല എന്താണ് അതിന്റെ ലക്ഷണം, പരബ്രഹ്മത്തിന്റെ ലക്ഷണമാണെന്നൊക്കെ പറഞ്ഞു. അനേകം രൂപങ്ങളിൽ, അനേകം ഭാവങ്ങളില്, അനേകം നാമരൂപങ്ങളിലൊക്കെ ആയിത്തീർന്നിരിക്കുന്ന പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും ആ ഒരൊറ്റ പൊരുളില്, ആ പ്രപഞ്ചത്തിന് ആധാരമായ ഒറ്റ പൊരുളില് വിനായകനില് നിന്നുണ്ടായതാണ് എന്നാണ്, ആ ഒറ്റ പൊരുൾ എന്നാണ് ഇവിടെ ശ്രീ വിനായകാഷ്ടകം എന്ന ഈ ശ്ലോകത്തിലൂടെ അല്ലെങ്കിൽ എന്താണ് ഈ സ്തുതിയിലൂടെ, ഈ കീർത്തനത്തിലൂടെ പറയുന്നത്. നമ്മളും ഈ സ്തോത്രകൃതിയിലൂടെ പറയുന്നത് നമ്മളും ഈ പ്രപഞ്ചവും പൊരുളും എല്ലാം ഒന്നാണെന്നുള്ള അദ്വൈത ദർശനമാണ് ഗുരുദേവൻ ഇതിനകത്തൂടെ. അദ്വൈത സത്യമാണ്. ഈ ലോകത്തിലെ എല്ലാ വസ്തുക്കളും അതിനാധാരമായി നിൽക്കുന്ന പൊരുളും എല്ലാം ഒന്ന് തന്നെയാണ്, രണ്ടില്ല, ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന അദ്വൈത സത്യമാണ് ഗുരുദേവൻ ഇതിലൂടെ വെളിവാക്കുന്നത്. ആത്മോപദേശ ശതകത്തിൽ പറയുന്നുണ്ടല്ലോ, നിലമുട് നീരതുപോലെ കാറ്റ് തീയും വെളിയും അഹങ്കൃതി വിദ്യയും മനസ്സും അലകളും ആഴിയും എന്ന് വേണ്ട എല്ലാ ഉലകും ഉയർന്ന അറിവായി മാറിടുന്നു എന്ന് ഗുരുദേവൻ പറയുന്നുണ്ട്. പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ഒരേ ഒരു പൊരുള്, ഒരേ ഒരു ചൈതന്യം മാത്രമാണെന്ന് വീണ്ടും വീണ്ടും ഈ വിനായകാഷ്ടകത്തിലൂടെ പറയുകയാണ്. ആ പരമമായ പൊരുളാണ് വിനായകൻ എന്ന് പറയുന്നത്. ഇതിന്റെ അർത്ഥം കൂടെ വേഗം എഴുതിക്കോ. ശിവന്റെ പ്രേമം മൂർത്തി ഭവിച്ചവനെ, ശിവന്റെ പ്രേമം രൂപം പ്രാപിച്ചവനെ എന്ന് വേണേലും എഴുതാം, ലളിതമായിട്ട് എഴുതണമെങ്കിൽ. ശിവന്റെ പ്രേമം രൂപം പ്രാപിച്ചവനെ, പരനായിട്ടുള്ളവനെ അല്ലെ പരമസത്യമായിട്ടുള്ളവനെ, സ്വർണവർണ്ണത്തോട് കൂടിയവനെ, ശോഭിക്കുന്ന ഒടിഞ്ഞ കൊമ്പോട് കൂടിയവനെ, സത്തായും ആനന്ദമായും പൂർണ്ണനായിരിക്കുന്നവനെ, വിശിഷ്ടമായ പ്രഭയുള്ള മുഖത്തോട് കൂടിയവനെ, കയ്യിൽ ധരിച്ചിരിക്കുന്ന സ്വർണ്ണ കലശത്തോട് കൂടിയവനെ, ഇളകുന്നതും അഴകുള്ളതുമായ തുമ്പിക്കൈയോട് കൂടിയവനെ,
ഇളകുന്നതും അഴകുള്ളതുമായ തുമ്പിക്കൈയോട് കൂടിയവനെ, കൊമ്പനാനയുടെ മുഖത്തോട് കൂടിയവനെ, കൊമ്പനാനയുടെ മുഖത്തോട് കൂടിയവനെ ഞാൻ ഭജിക്കുന്നു, ഞാൻ ഭജിക്കുന്നു. അപ്പം ഈ 3 ആഴ്ചകൾ കൊണ്ട് എല്ലാരും എഴുതിയോ? ടീച്ചർ ഒന്നുകൂടെ വായിക്കാമോ? ശിവന്റെ പ്രേമം രൂപം പ്രാപിച്ചവനെ, പരനായിട്ടുള്ളവനെ അല്ലെങ്കിൽ പരമസത്യമായിട്ടുള്ളവനെ, സ്വർണവർണ്ണത്തോടു കൂടിയവനെ, ശോഭിക്കുന്ന ഒടിഞ്ഞ കൊമ്പോട് കൂടിയവനെ, സത്തായും ആനന്ദമായും പൂർണ്ണനായിരിക്കുന്നവനെ, വിശിഷ്ടമായ പ്രഭയുള്ള മുഖത്തോടു കൂടിയവനെ, കയ്യിൽ ധരിച്ചിരിക്കുന്ന സ്വർണ്ണ കലശത്തോടു കൂടിയവനെ, ഇളകുന്നതും അഴകുള്ളതുമായ തുമ്പിക്കൈയോട് കൂടിയവനെ, എഴുതിയോ? കൊമ്പനാനയുടെ മുഖത്തോട് കൂടിയവനെ ഞാൻ ഭജിക്കുന്നു. എഴുതിയോ? അപ്പൊ 3 ആഴ്ചകളിലായിട്ട് നിങ്ങൾ എന്നെ ശ്രവിക്കുകയാണ്. ഇവിടെ വിനായകാഷ്ടകം എന്ന കൃതി ഇവിടെ ഇന്ന് പൂർണ്ണമാവുകയാണ്. അപ്പം എന്നെ ശ്രവിച്ച, എന്നെ കേട്ടിരുന്ന എല്ലാ ഗുരുദേവ ഭക്തർക്കും എൻ്റെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ എനിക്ക് ഇവിടെ ഇങ്ങനെ ഒരു വേദി തന്ന, ഈ ഗുരുവാര പാഠശാലയിൽ ഒരു ക്ലാസ് എടുക്കാൻ അവസരം തന്ന ബഹുമാനപ്പെട്ട കോട്ടയം ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിന്റെ ഡയറക്ടർ പ്രസാദ് കുമാർ സാറ്, അതുപോലെ അവിടെ എന്നെ പഠിപ്പിച്ച, അവിടെയും ഇന്ന് വരെ എന്നെ പഠിപ്പിച്ചിട്ടുള്ള ആചാര്യസ്ഥാനത്തുള്ള എല്ലാ ഗുരുഭൂതന്മാർക്കും, അതുപോലെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ ബഹുമാന്യരായ വ്യക്തികൾക്കും എല്ലാവർക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വിനീതമായ നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം. ശ്രീനാരായണ ധർമ്മ വിജയ. വളരെ നന്ദി സുധ ടീച്ചർ. തന്റെ ശുദ്ധമായ ശൈലിയിലൂടെ കുട്ടികളെ പഠിപ്പിക്കുന്ന അതേ രീതിയിൽ തന്നെ നമ്മൾ മുതിർന്നവരെയും കഴിഞ്ഞ 3 ആഴ്ചകളായി വിനായകാഷ്ടകം വളരെ വിശദമായി, വളരെ മനോഹരമായി ടീച്ചർ നമുക്ക് പറഞ്ഞു തന്നു. ഉദാഹരണ സഹിതം, അർത്ഥസഹിതം എല്ലാം വളരെ വിവരിച്ച് ടീച്ചർ നമുക്ക് ക്ലാസ് എടുക്കുകയുണ്ടായി. ഇങ്ങനെ ക്ലാസ് എടുത്ത ശ്രീമതി സുധ ടീച്ചറിന് കോട്ടയം ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിന്റെ പേരിലും ടീച്ചറെ ശ്രമിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തരുടെ പേരിലുമുള്ള നന്ദി അറിയിക്കുകയാണ്. സമർപ്പണ പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. സമർപ്പണ പ്രാർത്ഥന ചൊല്ലുന്നത് ശ്രീ സതീശൻ ഉല്ലല. ഓം പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തത്സത്. ശ്രീനാരായണ ഗുരു അർപ്പണമസ്തു. ഓം